ഞാൻ പി.കെ. ശ്രീനിവാസൻ. കഴിഞ്ഞ 45 വർഷമായി പത്രപ്രവർത്തന രംഗത്താണ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ്. ഞാൻ പഠിച്ചതും ഒക്കെ തിരുവനന്തപുരത്താണ്. എൻ്റെ MG കോളേജിൽ എൻ്റെ ഡിഗ്രി കഴിയുന്നു. അതിനുശേഷം ചങ്ങനാശ്ശേരിയിൽ എൻ്റെ MA-ക്ക് പോകുന്നു. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഞാൻ എൻ്റെ ജേർണലിസം കോഴ്സിനും എത്തി. അങ്ങനെ ആ സമയത്താണ് എനിക്ക് ഈ 70കളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അന്നത്തെ യുവാക്കളുടെ വിപ്ലവം വീരം കൊണ്ട് നടക്കുന്ന വിപ്ലവകാരികളായ കുറേ യുവാക്കളുടെ ലിറ്റിൽ മാഗസീൻ്റെ കാലഘട്ടം എന്ന് പറയുന്നതാണ്. ഞാനും അതിൽ വീണു. പ്രമുക്തി എന്ന പേരിൽ 10-12 ലക്കത്തോളം ഒരു മാസിക ഞാൻ ഇറക്കി. അത് ശരിക്കും രാഷ്ട്രീയവും സിനിമയും മറ്റ് കൾച്ചറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു മാഗസീനായിരുന്നു അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് അച്ചടിച്ച് ആണ് ഇറക്കുന്നത്. അപ്പോൾ അത് എനിക്ക് അന്നും ഈ പത്രപ്രവർത്തനത്തിനോട് വലിയൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ലിറ്റിൽ മാഗസിൻ. അത് കുറേ അധികം ഇവിടുത്തെ മാഗസീൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലിറ്റിൽ മാഗസിൻ്റെ ഒരു ഭ്രമമായിട്ട് നടക്കുന്ന സമയത്താണ് ഞാൻ മലയാള നാട്ടിൽ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നോടൊപ്പം കൗമുദി ഗ്രൂപ്പിലുണ്ടായിരുന്ന EV ശ്രീധരൻ പറഞ്ഞു, അവിടെ 2 വേക്കൻസി ഉണ്ട്, നീ അത് അപ്ലൈ ചെയ്യണം, അത് കിട്ടും. അങ്ങനെ ശ്രീധരൻ തന്നെ എന്നെ M. കൃഷ്ണനായർ സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, കൃഷ്ണനായർ സാറിന് നേരത്തെ അറിയാം. അപ്പോൾ അദ്ദേഹം ഒരു ലെറ്റർ തന്നാണ് ഞാൻ കൊല്ലത്ത് മലയാള നാടിൻ്റെ എഡിറ്റർ SK നായരെ കാണാൻ പോകുന്നത്. കത്ത് കൊടുത്തിട്ട് അദ്ദേഹം ചൂടായി. ഞാൻ കാൾ ഫോർവേഡ് ചെയ്തിട്ട് ഏതാണ്ട് 1.5 മാസമായി. ഇപ്പോഴാണ് കത്തുമായിട്ട് വരുന്നത്, അത് ശരിയാവില്ല. ചൂടായി. ഞാനത് ആ പരസ്യം ഞാൻ കണ്ടില്ലായിരുന്നു. ശരി, നാളെ കാർത്തിക ഹോട്ടലിൽ ടെസ്റ്റ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. അത് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ, SK നായർ, M. കൃഷ്ണൻ നായർ, കാക്കനാടൻ തുടങ്ങിയ ഒരു വലിയ ഗ്രൂപ്പാണ് അവിടെ ഇരിക്കുന്നത് കാർത്തിക ഹോട്ടലിൽ. ടെസ്റ്റ് കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം ഞാൻ ഫസ്റ്റ് റാങ്കാണ്. പിന്നെ എൻ്റെ ഒരു അടുത്ത പഴയ സുഹൃത്ത് TP കിഷോർ സെക്കൻഡ് റാങ്കും. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും മലയാള നാട്ടിൽ ജോയിൻ ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 3 വർഷക്കാലം ഞാൻ മലയാള നാട്ടിൽ വർക്ക് ചെയ്തു, 83 വരെ. അപ്പോൾ അത് SK ആയിട്ടുള്ള ആ ബന്ധം. എൻ്റെ ആദ്യത്തെ പത്രാധിപർ എന്ന് പറയുന്നത് SK നായരാണ്. 2ാമത്തെ പത്രാധിപരാണ് MS മണി, കൗമുദി ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അങ്ങനെ അദ്ദേഹമായിട്ട് ഞാൻ വലിയൊരു സൗഹൃദം സ്ഥാപിച്ചു. അപ്പോൾ എല്ലാ ട്രാൻസ്ലേഷനും മറ്റ് റിപ്പോർട്ടിങ്ങും എല്ലാം അത് ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു നല്ല രസകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ മലയാള നാട്ടിൽ വർക്ക് ചെയ്തത്. അപ്പോൾ അന്ന് എന്നോടൊപ്പം ചാത്തന്നൂർ മോഹൻ, കവി ചാത്തന്നൂർ മോഹൻ, പിന്നീട് കേരളത്തിലുണ്ടായിരുന്ന ചാത്തന്നൂർ മോഹൻ, രാജൻ പി തടിയൂർ, KC മധു, TP കിഷോർ, അങ്ങനെ ഒത്തിരി ഒരു യുവ നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യാൻ നമുക്ക് അത് 10-12 മണിക്കൂറൊക്കെയാണ് അന്ന് ജോലി ചെയ്യേണ്ടത്. കാരണം 4-5 പബ്ലിക്കേഷനുണ്ട്. അന്ന് SK നായരുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് മധുരം എന്ന് പറയുന്നൊരു വീക്കിലി ആരംഭിച്ചു. അതിൻ്റെ ചാർജ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു സംഭവമാണ്. അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിലൊക്കെ കുറച്ച് അസുഖങ്ങളൊക്കെ ആയി. അപ്പോൾ ഓഫീസിൽ വരുന്നത് കുറവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അതിപ്രധാനമായ ഒരു ജീവചരിത്ര രേഖ പോലുള്ള സാധനം അദ്ദേഹം എഴുതിയിരുന്നു. അത് ഞങ്ങളാണ് പോയി കേട്ടിരുന്നത്. ഞാനുണ്ടാവും, മോഹനൊക്കെ എഴുതും. അതാണ് അത് നല്ല നോക്കത്താ ദൂരത്തെന്ന് വെച്ച രീതിയിൽ ഒരു സാധനം. നല്ല രസകരമായ ഒരു ഇതായിരുന്നു. ഏതാണ്ട് 83 ആയപ്പോഴേക്കും മലയാള നാടിൻ്റെ ഒരു അത്യുന്നതാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. 79 മലയാള നാട് ആരംഭിക്കുന്നത്. 83 ആയപ്പോഴേക്കും അതിങ്ങനെ ഡിക്ലൈൻ ചെയ്ത് വരികയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായി. കാരണം മലയാള സാഹിത്യത്തിൽ 15 വർഷം മലയാള നാടെന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഉണ്ടാക്കി വെച്ച ഒരു തലയെടുപ്പ് മറ്റ് പ്രസിദ്ധീകരണങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഈവൻ മാതൃഭൂമിക്ക് പോലും ഒരു ഭീഷണി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മലയാള നാടിൻ്റെ ഇതിൽ. അന്ന് നല്ലൊരു ഒരു ഗ്രൂപ്പ് തന്നെ അന്നുണ്ടായിരുന്നു. VV നായരുണ്ട്, നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ആർട്ട് ക്രിട്ടിക്, അദ്ദേഹം ഒരു 3 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കാക്കനാടിന് ഏകദേശം എഡിറ്റോറിയൽ സൈഡിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോഴേക്കും കാക്കനാടിന് മലയാള നാടിൻ്റെ ആ പഴയ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു കസേര പോലെ നിവർന്നൊരു ഇതുണ്ട്, അതിലങ്ങനെ കിടക്കുന്നതാണ്. അവിടെ ഇരുന്നാണ് ഇതെല്ലാം ചെയ്യുന്നതൊക്കെ. അങ്ങനെ നല്ല ഒരു സൗഹൃദം ഞങ്ങൾ സ്ഥാപിച്ചിരുന്നു.
അത് ആ സമയത്ത് മലയാള നാട്ടിലെ ചരിത്രം അറിയാമല്ലോ. ധർമ്മപുരാണമൊക്കെ അതിനകത്താണ് വരുന്നത്. ആരും കൊടുക്കാൻ വിസമ്മതിച്ചിരുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ താല്പര്യം കാണിക്കാത്ത ഒരു ഇതാണ് നോവലാണ് ധർമ്മപുരാണം. പിന്നെ ഇന്ദ്രപ്രസ്ഥം വിജയൻ്റെ, മാധവിക്കുട്ടൻ എൻ്റെ കഥയൊക്കെ വരുന്ന സമയത്ത് 2-3 ലക്കങ്ങൾ അത് ഒരു 2-3 തവണ അത് അച്ചടിക്കേണ്ടി വന്നു എന്നാണ്. കാരണം അത്രയ്ക്ക് ആവശ്യക്കാരാണ്. അതെന്താണ് അതിൻ്റെ മാസ്മരികത എന്നറിയില്ല. അതിനൊരു കഥ തന്നെയുണ്ട് ശരിക്കും. മാധവിക്കുട്ടിക്ക് അസുഖമായി കിടക്കുന്ന സമയത്ത് എസ് കെ നായർ ബോംബെ പോകും. അപ്പോൾ അന്ന് എം പി നാരായണനുള്ള സമയമാണ്. അവിടെ പോയിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ധാരാളം സഹായിച്ചിട്ടൊക്കെയുണ്ട്. അസുഖമൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എസ് കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, എനിക്ക് വേണ്ടി ഒരു ലേഖന പരമ്പര എഴുതി തരണം എന്ന്. ശരി, ഞാൻ എഴുതാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിലെത്തിയിട്ട് കന്യാകുമാരിയിൽ റൂമെല്ലാം അറേഞ്ച് ചെയ്യുന്നു. അവിടെ ഇരുന്നാണ് ഈ എൻ്റെ കഥ ആരംഭിക്കുന്നത്. അത് ആദ്യ 3-4 ലക്കങ്ങളെല്ലാം മാറ്റർ മുഴുവൻ എഴുതുന്നത് ഇംഗ്ലീഷിലായിരുന്നു. അത് കാക്കനാടാണ് കാക്കനാട് നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്തത്. അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ സ്വന്തമായിട്ട് മലയാളത്തിൽ തന്നെ എഴുതിയിട്ടാണ് അത്രയും ഒരു 10-25 ചാപ്റ്ററുള്ള ഒരു പുസ്തകമാണല്ലോ ഇത്. അത് വരുന്നത്. അതോടുകൂടി മലയാള നാടിന് പെട്ടെന്നൊരു കയറ്റമാണ് കയറിയത്. വളരെയധികം ശ്രദ്ധേയമായ രീതിയിൽ ഇത് മലയാള നാട്. അങ്ങനെ ആ 15 വർഷത്തെ മലയാള സാഹിത്യം എന്ന് പറയുന്നത് ശരിക്ക് മലയാള നാടിൻ്റെ കുത്തകയായിരുന്നു. വളരെ ശ്രദ്ധേയമായ പിന്നെ എസ് കെ നായരും മാധവിക്കുട്ടി തമ്മിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അത് നമുക്ക് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. അതായത് ഇദ്ദേഹം അസുഖമായി കിടക്കുന്ന സമയത്ത് BBC നായർ പമ്മൻ എന്ന് പറഞ്ഞ നോവലിസ്റ്റിൻ്റെ ഒരു നോവല്, ഭ്രാന്ത് എന്ന നോവലിൻ്റെ പേര്, ആ ഭ്രാന്ത് എടുത്ത് മലയാള നാടിൽ അച്ചടിക്കാൻ കൊടുത്തു. അപ്പോൾ എസ് കെ നായരും മാധവിക്കുട്ടി തമ്മിൽ ആ ബന്ധം വളരെ സുദൃഢമായൊരു ബന്ധമുള്ള കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് അച്ചടിക്കാൻ കൊടുത്തപ്പോഴേക്ക് ഇത് എസ് കെ അറിഞ്ഞില്ല. 3-4 ലക്കം കഴിഞ്ഞപ്പോഴേക്ക് മാധവിക്കുട്ടിയുടെ അതേ ഡിറ്റോയിലുള്ള ഒരു കഥാപാത്രം അതിനകത്ത് രംഗത്ത് വരികയാണ്. അത് ഈ 13-14 വയസ്സിലാണല്ലോ അവർ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അതിന് പറ്റിയുള്ള തനി വള്ളുവനാടൻ സ്റ്റൈലിലുള്ള ലാംഗ്വേജിൽ ഈ കൊല്ലത്തുകാരൻ പമ്മൻ എഴുതുകയാണ്. ഇത് ഇവർക്ക് ഭയങ്കര ഹർട്ടായി. 24ാമത്തെ ചാപ്റ്റർ അതിഭീകരമായ ഒരു ചാപ്റ്ററാണ്. ഞാൻ അടുത്ത കാലത്ത് അത് വായിച്ചു നോക്കിയത്. അപ്പോൾ അത്തരത്തിൽ ഇത് വന്നപ്പോഴേക്ക് ഇവർ തമ്മിൽ ഒരു ഉടക്കായി. ഒരു ദിവസം മാധവിക്കുട്ടി മലയാള നാട്ടിൽ കയറി വന്നിട്ട് എസ് കെ അന്വേഷിച്ചു. അപ്പോൾ ഇല്ല, അദ്ദേഹം വെളിയിൽ പോയിരിക്കുകയാണ്. എവിടെ മറ്റേ ആൾ BBC, അങ്ങനെ BBC ഇറങ്ങുന്നു. BBCയുടെ കോളറിൽ കയറി പിടിച്ച് എന്താ എഴുതി വെച്ചിരിക്കുന്നത്, എന്നെ ധിക്കരിക്കാൻ വേണ്ടി, കളിയാക്കാൻ വേണ്ടിയാണോ അത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് വളരെയധികം അവിടെ സ്തോഭജനകമായിട്ട് അവർ സംസാരിച്ചിട്ട് തറയിൽ നിന്ന് കുറച്ച് മണ്ണ് വാരി ഈ മലയാള നാടിൻ്റെ ബിൽഡിങ്ങിലേക്ക് എറിഞ്ഞിട്ട് ശപിക്കുകയാണ്, നീ ഗുണം പിടിക്കില്ല എന്ന്. അങ്ങനെയാണ് ഈ അന്ന് മോനും നാലപ്പാടും കൂടിയാണ് വരുന്നത്. അവർ രണ്ടും കൂടെ വന്നിട്ട് ഈ അമ്മയെ പിന്നെ മോനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയതിന് ശേഷം അവരുടെ ബന്ധം തകർന്നുപോയി. അപ്പോൾ എസ് കെ പിന്നെ എഴുതിയ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ഒരു ലാഞ്ചന ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാനിത് ഒഴിവാക്കാമായിരുന്നു, ആ നോവൽ നിർത്തിക്കുമായിരുന്നു. പക്ഷേ അവരെന്നോട് പറഞ്ഞൊന്നുമില്ല, ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന് അസുഖമൊക്കെ വളരെ വല്ലാത്തൊരു സ്റ്റേജിലെത്തി. 83 ജൂലൈ ആ സമയത്ത് മാറ്റമാണ് അസുഖം കൂടുതലായും അദ്ദേഹം മരിക്കുകയും ചെയ്തത്. ഞാൻ 83 ഏപ്രിൽ തന്നെ എനിക്ക് കേരളാവധി കലാവധി ഗ്രൂപ്പിൻ്റെ ഓഫർ കിട്ടി. ഞാനങ്ങനെ 83 ഏപ്രിലിൽ ഞാൻ ചെന്നൈ, അന്ന് മദ്രാസാണല്ലോ, മദ്രാസിൽ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായിട്ട് പോവുകയാണ്. അന്ന് കലാവധിയും കേരളാവധി ഒരേ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആ സമയത്ത്. അങ്ങനെ ഞാൻ ഏതാണ്ട് 9 വർഷക്കാലം കേരളാവധി കലാവധി ഗ്രൂപ്പിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായിരുന്നു. അത് വളരെ വിചിത്രമായ, അന്ന് എൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത്, എൻ്റെ രണ്ടാമത്തെ എഡിറ്റർ, ആദ്യത്തെ രണ്ടാമത്തെ എഡിറ്റർ ഈ മണിസാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ റിപ്പോർട്ടിങ്ങിന് പോകുന്നത്. അവിടെ വലിയ ഇതൊക്കെ വരുന്ന സമയത്ത്, സംഭവങ്ങളുണ്ടാകുന്ന സമയത്ത് ഇവിടുന്ന് ആൾക്കാർ വരും. അങ്ങനെ ഞങ്ങൾ മ്യൂച്വലായിട്ട് ഒന്നിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MGR മരണം, ജയലളിത അധികാരത്തിൽ വരുന്നത്, കരുണാനിധി ഭരണം താഴെ വീഴുന്നത്, അത്തരത്തിലുള്ള ധാരാളം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ധാരാളം സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ 9 വർഷക്കാലം വളരെയധികം ഭീകരമായൊരു കാലഘട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് തമിഴ് രാഷ്ട്രീയത്തിനോടുള്ള എനിക്ക് താല്പര്യം വരുന്നത്. ഞാൻ MGR നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. കരുണാനിധിയെ ഞാൻ പല പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കരുണാനിധിയൊക്കെ വളരെ സുഖമാണ്. കാരണം കരുണാനിധിയുടെ മകൾ കനിമൊഴി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. കനിമൊഴിയുടെ കവിതകളും ലേഖനങ്ങളും ഒക്കെ ഞാനാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്.
കനിമൊഴി കവിതകൾ മാതൃഭൂമി പബ്ലിഷ് ചെയ്ത പുസ്തകം ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും കരുണാനിധിയെ കാണണമെന്ന് പറഞ്ഞാലും അപ്പോഴും ശരി വരുന്നത്. അപ്പോൾ സെക്രട്ടറി പറയും അവർക്ക് ഇംഗ്ലീഷ് தெரியாது തമിഴ് മറ്റും தெரியும் എന്ന് പറയും. ഞാൻ പറഞ്ഞു ശരി, അതൊക്കെ അറിയാം, ഉള്ള തമിഴിലൊക്കെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു കാലഘട്ടം നല്ല രസകരമായ കാലഘട്ടമായിരുന്നു. പിന്നെ അവിടുത്തെ ധാരാളം ആർട്ടിസ്റ്റുകൾ, സംഗീത വിദ്വാൻമാരും സിനിമാക്കാരും, പിന്നെ സിനിമ കലാവധിക്ക് ഫിലിം മാഗസിൻ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ഉള്ളതുകൊണ്ട് ഈ സിനിമാക്കാരുമായിട്ട് നമുക്ക് അടുത്ത് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും. പ്രേം നസീറൊക്കെ അങ്ങനെയാണ്. അത്രയൊക്കെ എനിക്ക് സത്യനൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ അതിന് ശേഷമാണ് ഞാൻ ചെന്നൈയിലെത്തുന്നത്. നസീറൊക്കെ വളരെയധികം, അതാണ് നസീർ മരിക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് കേരളമതിയിൽ മാത്രമാണ് അച്ചടിക്കുന്നത്. ഒരു ദിവസം രാവിലെ 5:10 അദ്ദേഹം മരിക്കുന്നത്. കേരളമതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എഡിഷനിൽ നസീർ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നത് കേരളത്തിൽ മാത്രമാണ്. മറ്റൊരു പത്രങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ല, കാരണം സമയം കഴിഞ്ഞു പോയി. അന്ന് പ്രസാദ് ലക്ഷ്മണായിരുന്നു ഡെസ്കിലുണ്ടായിരുന്നത്. പ്രസാദിനോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യണം, എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രസാദ് എല്ലാം റെഡിയാക്കിയിരുന്നു. 5:05 വിളിച്ച് പറയുന്നു, അടിക്കുന്നു. അങ്ങനെയാണ് ഈ പത്രത്തിൽ അത്തരം ഒരു റിപ്പോർട്ട് കാണുന്നത്. മാതൃഭൂമിയിലെ മനോരമ ലേഖകന്മാരുടെ കൂടെയുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ കേരളമതി ചെയ്തു. അപ്പോൾ അത് ഞാനും നസീറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു മാനസിക ബന്ധത്തിൻ്റെ അതിലായിരിക്കാം. എനിക്ക് ആ മനുഷ്യൻ്റെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആരെങ്കിലും ജോലിയില്ലാതെ അവിടെ വരികയാണെങ്കിൽ ഞാൻ വിളിച്ച് പറയും, എന്നെ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്, ഒരു ജോലി വേണം. അതിനെന്താ, ഞാൻ ചെറിയാനോ പറയാം. അപ്പോൾ വിജയാഘോഷത്തിൽ ചെറിയാനോ വന്ന് പിറ്റേ ദിവസം വിളിക്കാം, നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വളരെ സൗഹൃദമുള്ള ഒരു ധാരാളം മനുഷ്യനെ സഹായിച്ചൊരു വ്യക്തിയാണ് പ്രേം നസീർ. ആ സിനിമാക്കാരുടെ ഇടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്നതും നസീറുമായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 89 വരെ ഞാൻ കേരളാവധി കലാവധി ഗ്രൂപ്പിൻ്റെ, അന്ന് കലാവധി കേരളാവധി ഒന്നായിട്ടിരിക്കുന്ന സമയത്ത് ആയിരുന്നു. പിന്നെയാണ് അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന സുന്ദർദാസ് എന്ന് പറയും. സുന്ദർദാസ് പത്രത്തിലേക്കും ഞാൻ കലാവധി ഗ്രൂപ്പിലേക്കും എന്നെ മണിസാരം മാറ്റണം. 89 ആകുമ്പോഴേക്ക് ഞാൻ കലാവധി വിട്ടിട്ട് ഇന്ത്യ ടുഡേ ജോയിൻ ചെയ്യണം. ഇന്ത്യ ടുഡേ അന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഗുജറാത്തിലും നന്നായിട്ട് ഓടുന്ന പത്രമായിരുന്നു. അന്ന് ഞങ്ങളുടെ എഡിറ്റർ പ്രഭു ചോളയായിരുന്നു. അദ്ദേഹം ഹിന്ദിക്കാരനാണെങ്കിലും തെന്നിന്ത്യൻ ലാംഗ്വേജിനെ കുറിച്ച് ഒന്നും അറിയാത്ത മനുഷ്യനാണ്. പക്ഷേ ഈ എഡിറ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ലേഔട്ടിൻ്റെയും ഒക്കെ ആ ഭീകരമായ ഒരു സൗന്ദര്യമുണ്ടല്ലോ, അത് ഈ മനുഷ്യനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതേ അങ്ങനെ ആണ് ഇന്ത്യ ടുഡേ അന്ന് ഇന്ത്യ ടുഡേ ഞങ്ങൾ മലയാളം എന്ന് പറയുന്നത് 2 ലക്ഷം കോപ്പിയാണ് അന്ന് സർക്കുലേഷൻ ഉണ്ടായിരുന്നത്. അത് മറ്റു പല പത്രങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുകയും ചെയ്തു. ഇത് വന്നതുകൂടി കലാവധിയും ബാധിച്ചു, കേരള ശബ്ദം ബാധിച്ചു. അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിൽ ആയിട്ട് ബന്ധപ്പെട്ട പ്രസിദ്ധീകരണ ധാരാളം ബാധിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ ടുഡേ നമ്പർ 1 ആയിത്തീരുന്നത്. അതിനകത്ത് കഥകളും കവിതകളും, ഓണപ്പതിപ്പിനൊക്കെ കവിതകളൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ മറ്റൊന്ന് ഞാൻ ഇന്ത്യ ടുഡേക്ക് ചെയ്തത്, ഇന്ത്യ ടുഡേയിലെ കഥകൾക്കും കവിതകൾക്കുമൊക്കെ ഞാൻ ആർട്ടിസ്റ്റിനെ തേടിപ്പിടിച്ചത് സാധാരണ ഇലസ്ട്രേറ്റർ അല്ല, പെയിൻറ്റേഴ്സിനെയാണ്. ഓണപ്പതിപ്പൊക്കെ ഒരു സമ്പന്നമായ ഇതായിരുന്നു ഓണപ്പതിപ്പ് എന്നൊക്കെ പറയുന്നത്, സ്പെഷ്യലൊക്കെ ഇഷ്യൂസൊക്കെ. അതിനകത്ത് എല്ലാ ചിത്രകാരന്മാരെയും കൊണ്ട് വരപ്പിക്കും. അച്യുതൻ കൂടല്ലൂർ, പി ഗോപിനാഥ്, അതുപോലെ അജയകുമാർ, പിന്നെ അത്തരത്തിലുള്ള ഡഗ്ലസ് തുടങ്ങിയ ഒത്തിരി ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ട് വരപ്പിക്കുമായിരുന്നു. അങ്ങനെ അതിനൊരു പ്രത്യേക ചാരുത വന്നു. അച്യുതൻ്റെയൊക്കെ നല്ല വിശ്വനാഥൻ ആദ്യം പറയും, എനിക്ക് ഇലസ്ട്രേഷൻ വരയ്ക്കാൻ അറിയില്ല, ഒന്നുമില്ല. ഞാൻ അയ്യപ്പണിക്കൊരു ഒരു കവിത കൊടുത്തു, ഇത് സ്പെഷ്യൽ വരുന്നതാണ്, 5 പേജ് കവിത വരും, 5 ചിത്രം വേണം. ഉടനെ വിശ്വനാഥൻ ഇരുന്ന് കഷ്ടപ്പെട്ട് വരയ്ക്കുകയാണ്. വരച്ചു കഴിഞ്ഞപ്പോൾ വിശ്വനാഥൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കൊള്ളാമല്ലോ സംഭവം, ഇത് പെയിൻറ്റിങ് പോലെ അല്ലല്ലോ. ഞാൻ പറഞ്ഞു പെയിൻറ്റിങ് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ നിർബന്ധിക്കും. പിന്നെ എല്ലാ വർഷവും പാരീസിൽ നിന്ന് വരുന്ന സമയത്ത് ചോദിക്കും, ശ്രീനിവാസൻ ഇത്തവണ ഓണപ്പതിപ്പില്ലേ എന്ന്. അവർക്ക് താല്പര്യമാണ് വരയ്ക്കാൻ. അങ്ങനെ ഈ മലയാളത്തിലെ എല്ലാ പെയിൻറ്റേഴ്സിനെയും ഈ ആ ധാരയിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ്. അങ്ങനെ ഒരു പ്രത്യേക ഏതാണ്ട് 10-25 വർഷം ഇന്ത്യ ടുഡേ പ്രവർത്തിച്ചു. 21 വർഷക്കാലം ഞാൻ അതിൽ ആയിരുന്നു. അവസാനം അസോസിയേറ്റ് എഡിറ്ററായിരിക്കുന്ന സമയത്ത് ഞാനതിന് എനിക്ക് വീണ്ടും എക്സ്റ്റൻഷൻ തന്നു. അന്ന് MJ അക്ബറായിരുന്നു എൻ്റെ എഡിറ്റർ പ്രഭു ചളപ്പോയതിന് ശേഷം. പക്ഷേ ഞാൻ പിന്നെ അത് വാങ്ങിയില്ല, കാരണം എൻ്റെ ഭാര്യയുടെ ചില അസുഖങ്ങളൊക്കെ പ്രമാണിച്ച് ഞാൻ തൽക്കാലം അത് വേണ്ട എന്ന് വെച്ചതിന് ശേഷം ഫ്രീലാൻസുമായിട്ടൊക്കെ ചെയ്തു. പിന്നെ എഴുത്താണ് പ്രധാനമായിട്ട് നടന്നത്. ഇന്ത്യ ടുഡേ എന്ന് പറയുന്നത് ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ത്യ ടുഡേ രംഗത്ത് വരുന്നത്.
നമ്മൾ ഒരു അന്നത്തെ മലയാള പത്രങ്ങളൊക്കെ മലയാളത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല, കേരളത്തിന് പ്രാധാന്യം കൊടുത്ത് ഇവിടുത്തെ രാഷ്ട്രീയത്തിനാണല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചുവട് പിടിച്ച് അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് എടുക്കും, മറ്റേ ഇവിടെ ചെയ്യും. അന്ന് നമുക്ക് തുടക്കത്തിൽ നമ്മൾ കറസ്പോണ്ടൻറ്റ് ജേക്കബ് ജോർജ് ആയിരുന്നു, പിന്നെ എം ജി രാധാകൃഷ്ണനായി. അങ്ങനെ പിന്നെ ഞങ്ങൾ പലരെ അയച്ചിട്ട് ഇപ്പം ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ തന്നെ വരും, റിപ്പോർട്ടിങ്ങിന് ഞാൻ തന്നെ വരും, വന്നിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ. ഉമ്മൻചാണ്ടിയൊക്കെ ഞാൻ വന്ന് കണ്ട് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പുതിയൊരു രാഷ്ട്രീയ സമവാക്യം ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഞങ്ങൾ ആ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്. കാരണം ഒരിക്കലും ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ അതേ ചുവട് പിടിച്ച് ആണ് ഇവിടെ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ധാരാളം ഈ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതാരും മറ്റാർക്കും പറ്റാത്ത തരത്തിലുള്ള, പ്രത്യേകം എം ജി രാധാകൃഷ്ണൻ്റെ ഒക്കെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ വിദഗ്ധമായിട്ടുള്ള ഏറ്റവും മനോഹരമായ റിപ്പോർട്ടുകളാണ്. പിന്നെ പുതിയ കുറേ റിപ്പോർട്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. സരിത, അതുപോലെ ഒത്തിരി ആൾക്കാർ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രൂപേഷ് പോളൊക്കെ നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ അത്തരത്തിൽ മൊത്തം ഒരു പുതിയൊരു കാഴ്ചപ്പാടിലുള്ള ഈ രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണ് ഇന്ത്യ ടുഡേ വ്യത്യസ്തമാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് ഈ സർക്കുലേഷൻ വളരെയധികം കൂടി. അന്ന് നമ്മളൊരു സുഹൃത്ത് പറയാമായിരുന്നു, ഇങ്ങനെ എല്ലാവരും ട്രെയിൻ യാത്രക്കാരുടെ കയ്യിലൊക്കെ ഒരു ഇന്ത്യ ടുഡേ കാണാമല്ലോ, എന്താണ് അതിൻ്റെ ഇത്? ഞാനിപ്പോൾ അത് നമുക്ക് റിസർച്ച് ചെയ്യേണ്ട കേസാണ് എന്ന് പറഞ്ഞ് എങ്ങനെ കളിയാക്കുമായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം വരും. പിന്നെ കഥകളുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച കഥകളാണ്. ഒരു കഥയെ ഒരു ശരി കൊടുക്കുന്നു. എം ടി വാസുദേവൻ തന്നെ എനിക്ക് 4 കഥകൾ തന്നിട്ടുണ്ട്. ആ ചെറിയ ഭൂകമ്പങ്ങൾ ഉൾപ്പെടെയുള്ള തരത്തിലുള്ള 4 കഥകളാണ് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു തരുന്നത്. മലയാളത്തിലൊരു എഴുത്തുകാരൻ, വിമർശകനാണ്, ഞാൻ പേര് പറയുന്നില്ല. ഞാൻ ആവശ്യപ്പെട്ടു നമുക്കൊരു പുസ്തക നിരൂപണം ഏറ്റവും വളരെ ശക്തമായ പുസ്തക നിരൂപണം ഇന്ത്യ ടുഡേയിലായിരുന്നു. 1-2 പേജ് മാത്രമേ കൊടുക്കൂ. DC രവി ഇടയ്ക്കിടെ വിളിച്ച് പറയുകയും ചെയ്തു, നിങ്ങളാണ് ആകെക്കൂടി മാന്യമായിട്ട് ആ പങ്ക്തി ചെയ്യുന്നത് എന്ന് രവി പല പ്രാവശ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ എഴുത്തുകാരനോട് ഞാൻ പറഞ്ഞൊരു പുസ്തകത്തിൻ്റെ അത് പ്രധാനപ്പെട്ട, അവിടെ ആയിരക്കണക്കിന് പുസ്തകം വരും, അത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ അയച്ചു കൊടുക്കും. അത് വായിച്ചതിന് ശേഷമാണ് അവർ നമുക്ക് റിവ്യൂ ചെയ്യേണ്ടത്, അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെ ഒരു പുസ്തകം അയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യം അതിൻ്റെ പ്രതിഫലം തന്നാൽ എഴുതാം, അല്ലെങ്കിൽ തരില്ല. അപ്പോൾ നമ്മൾ ഈ സോവിയറ്റ് നാട് പോലെ ഏതോ പബ്ലിക്കേഷൻ എന്ന രീതിയിലാണ് അവർ ആദ്യം കണ്ടത്. പക്ഷേ ഇന്ത്യ ടുഡേ പെരുമ വർദ്ധിച്ചപ്പോഴേ അയാൾ എന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഇനി ഞാൻ എഴുതാം എന്ന രീതിയിൽ. ഞങ്ങൾ കുറേ മാറ്റി നിർത്തുകയും ചെയ്തു. ഞാൻ പേര് പറയുന്നില്ല, കാരണം അത്തരത്തിലുള്ള അഹങ്കാരം എഴുത്തുകാരൻ വരാൻ പാടില്ല. പൈസ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം എം ജി വാസുദേവൻ നായരും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ വാസുദേവൻ നായരും സഹദേവനുമുള്ള സമയത്ത് എന്നോട് ചോദിക്കുന്നത്, നിങ്ങളാണ് ഇത്രയും ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ വലിയ റെമ്യൂണറേഷൻ കൊടുക്കുന്നല്ലോ. എം ടി ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കൊടുക്കുന്നത് 500 രൂപ വെച്ചാണ് ഒരു കഥയ്ക്ക് കൊടുക്കുന്നത്, ഞങ്ങൾ 1500 രൂപയാണ് കൊടുക്കുന്നത്. അങ്ങനെ അവരും അത് നിർബന്ധപൂർവ്വം മാറ്റേണ്ടി വന്നു, ആ റെമ്യൂണറേഷൻ്റെ രീതി മാറ്റേണ്ടി വന്നു. അങ്ങനെ പൊതുവിൽ റെമ്യൂണറേഷൻ്റെ കാര്യത്തിലും ഇപ്പോൾ എഴുത്തുകാരുടെയൊക്കെ വളരെ ഏറ്റവും നല്ല സഹകരണമാണ് അത്, എല്ലാ എഴുത്തുകാരും. പിന്നെ ഈ ഓണപ്പതിപ്പെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതായിരുന്നു, വളരെ പേജുകൾ കൂടിയ ചിത്രങ്ങളും എല്ലാം. ഇന്ത്യ ടുഡേ പ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 തോംസൺ പ്രസ്സിലാണ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ആണ് ഇന്ത്യ ടുഡേക്ക് കഴിഞ്ഞു. അതിന് പിന്നെ അവർ പലരും അതിനെ അനുകരിച്ചു തുടങ്ങി. ഈ വാർത്താ മാഗസീനുകൾ ഒക്കെ ഇന്ത്യ ടുഡേയുടെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന രീതിയിൽ അവരും അനുകരിച്ചിരുന്നു. ഇപ്പോൾ ഒരു ചിത്രകാരനെ അച്ഛനും തന്നെ വിളിച്ച് ചോദിക്കുന്നു, മനോരമയെന്ന് വിളിച്ചിരിക്കുന്നു ഒരു കഥകൾ അവരുടെ ഓണപ്പതിപ്പിനോ വാർഷികപ്പതിപ്പിന് ചിത്രങ്ങൾ വരയ്ക്കാൻ. അത് ഇന്ത്യ ടുഡേ കണ്ടിട്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് ഈ ചിത്രകാരന്മാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ എന്ന് തെളിയിച്ചു കൊടുത്തു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ ഒരു തമാശ ആയിട്ട് ഞങ്ങൾ സാധാരണ പറയാറുണ്ട്. ഞങ്ങളൊരു ടീമുണ്ടായിരുന്നു, ഒരു കുറേയധികം യങ്സ്റ്റേഴ്സ്. ഞാനും PS ജോസഫാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്, ഇന്ത്യ ടുഡേ മലയാളത്തിൻ്റെ ആരംഭം. തമിഴിലൊരു മാലനും പിന്നെ വാസന്തിയും ഒക്കെയാണ് അവൻ്റെ എഡിറ്ററായിരുന്നു. അത്തരം പിന്നെ തെലുങ്കും ഉണ്ടായിരുന്നു. 3 ഭാഷകൾ ഒരു ഓഫീസിലായിരുന്നു ചെയ്തത്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ എൻ്റെ പല ലേഖനങ്ങൾ തമിഴിലും തെലുങ്കിലൊക്കെ വന്നിട്ടുണ്ട്. തെലുങ്കൊന്നും വായിക്കാൻ അറിയില്ലെങ്കിലും അതെല്ലാം വരും. അപ്പോൾ അത് കോമൺ ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ എല്ലാ ലാംഗ്വേജിലും അത് ഇംഗ്ലീഷിലും ഒക്കെ വരുത്തായി. അപ്പോൾ അങ്ങനെ ഒരു പൊതുവായ ഒരു ചട്ടക്കൂടിനകത്ത് ആണ് ഈ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് പ്രവർത്തിച്ചത്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ രാഷ്ട്രീയ കാരണങ്ങളാൽ അതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും സർക്കുലേഷൻ കുറച്ച് മാറി വരികയൊക്കെ ചെയ്തു. പിന്നെ ഇന്ത്യ ടുഡേ നിർത്താൻ കാരണം ഞങ്ങളുടെ എഡിറ്റർ അരുൺപുരിയാണ്. രാജീവ് ഗാന്ധിയുടെ ക്ലാസ്മേറ്റാണ് ഈ അരുൺപുരി, ഡൂൺ സ്കൂളിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികളാണ് പിന്നെ എഡിറ്റോറിയൽ രംഗത്ത് മറ്റൊക്കെ വരുന്നത്.
അദ്ദേഹം പ്രായമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അവരുടെ മനോഭാവങ്ങളും അവരുടെ ബിസിനസ് താല്പര്യങ്ങളൊക്കെ മാറി. അവർ പിന്നെ നമുക്ക് വിഷ്വൽ മീഡിയയാണ് ഏറ്റവും നല്ലത്. അന്ന് ഇന്ത്യ ടുഡേ ചാനലും അതുപോലെ ആജിതക്ക് തുടങ്ങിയ ഹിന്ദിയിലെ ഏറ്റവും നമ്പർ 1 ചാനലായിരുന്നു ഈ ആജിതക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ വളർച്ച ആയപ്പോഴേക്ക് ഇനി മാഗസിൻസിൻ്റെ മറ്റേ റീജിയണൽ ലാംഗ്വേജിൽ നടത്തിയിട്ട് നഷ്ടം വരുന്നുണ്ട്. നഷ്ടമൊന്നും ഇല്ലായിരുന്നു, ഒരിക്കലും നഷ്ടമില്ലായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ ടുഡേ 25 വർഷത്തിന് ശേഷം മലയാളവും തമിഴും തെലുങ്കും നിർത്തുന്നത്. അത് ഞാൻ അതിനു മുമ്പ് തന്നെ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. 25-ന് നിർത്തുന്നു. ഞാൻ 21 വർഷം ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് എക്സ്റ്റൻഷൻ തന്നിട്ട് പോലും ഞാൻ വാങ്ങാതെ പോകുന്നതാണ്. അപ്പോൾ അതാണ് ഇന്ത്യ ടുഡേയുടെ ഒരു ട്രഡീഷൻ്റെ ചുരുക്കം. ഇന്ന് കലാകൗമുദിയുടെ ഫിലിം മാഗസീൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ഏറ്റവും വളരെ ഫോട്ടോ മാഗസീൻ, ഫിലിം മാഗസീൻ, അങ്ങനെ ഒത്തിരി ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിലിം മാഗസീൻ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ സിനിമാക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വളരെയധികം, അതായത് ഈ സിനിമയ്ക്ക് വേണ്ടി ജീവിതം മുഴുക്കെ ത്യജിച്ചിട്ട് ഈ കോടമ്പാക്കത്ത് ഈ തെരുവുകളിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ആയിരക്കണക്കിന് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് അവിടെ വരുന്ന 1000 പേര് ചിലപ്പോൾ 10 പേരായിരിക്കും രക്ഷപ്പെട്ടുണ്ടാകുക. ബാക്കിയെല്ലാം അവിടെ മണ്ണടിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോലും നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ അവിടെ ജീവിതം അവസാനിപ്പിച്ചവരാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ കോടമ്പാക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം, വേറൊരു പുസ്തകമുണ്ട്, 2 ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് ആ ലൈഫിനെ കുറിച്ച്. ഇപ്പോഴും ഈ സിനിമാക്കാരുടെ സിനിമയ്ക്ക് വേണ്ടി അവിടെ കഷ്ടപ്പെട്ട് അവിടെ ജീവിച്ചവരുടെ ആത്മാക്കൾ ഇപ്പോഴും അവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് ഞാനിപ്പോൾ പ്രാവശ്യം എഴുതിയിട്ടുള്ളത്. കാരണം വേറെ ആത്മാവിന് പോലും തിരിച്ചു പോകാൻ പറ്റില്ല. ആലപ്പുഴയിൽ നിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വന്ന ഈ സിനിമാക്കാർ അവിടെ കോടമ്പാക്കത്ത് വന്ന് തമ്പടിച്ചിട്ട് ആഹാരം പോലും കഴിക്കാതെ അവിടെ രോഗം പിടിച്ച് അവിടെ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അവിടെ AVMൻ്റെ ശ്മശാനമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോഴും പറയും, ആ AVM ശ്മശാനത്തിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ സിനിമാക്കാരുടെ മനസ്സ് അവിടെയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാകും എന്ന് പറയാറുണ്ട്. കാരണം അത്രയ്ക്കൊരു മോഹഭംഗത്തിൻ്റെ ഒരു കൂടാരമായിരുന്നു ശരിക്ക് ഈ കോടമ്പാക്കം എന്ന് പറയുന്നത്. കോടമ്പാക്കം നമുക്ക് ഒരിക്കലും വായിച്ചറിയേണ്ടതല്ല, ശരിക്കും നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇത്രയും വർഷം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതായത് മലയാള സിനിമ അവിടുന്ന് കൂടും പറിച്ചിങ്ങനെ ഇറങ്ങി ഇവിടേക്ക് വരുന്നു. തെലുങ്ക് സിനിമ ഹൈദരാബാദിലേക്ക് പോകുന്നു. പിന്നെ അതുപോലെ തെലുങ്ക്, കന്നഡ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഈ തമിഴും മലയാളവും തെലുങ്കുമാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് അവിടെ സ്റ്റുഡിയോ ഫ്ലോറുകൾ ഉണ്ടായിരുന്നത്. ഏറ്റവും 100 കണക്കിന് ഫ്ലോറുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. AVMന് തന്നെ 10-12 ഫ്ലോറുണ്ട്, വാഹിനിക്കുണ്ട് 10-12 ഫ്ലോറ്. അങ്ങനെ ഈ ഫ്ലോറുകൾക്കകത്തായിരുന്നു സിനിമ. അവിടെ സിനിമ ഞാൻ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെമ്മീൻ്റെ ഷീലയും സത്യനും ഇരുന്ന് ആ കടൽക്കരയിൽ സംഭാഷണങ്ങളും തിരയടിക്കുന്നതും അതൊക്കെ അവിടുത്തെ ജെമിനി സ്റ്റുഡിയോയ്ക്കകത്ത് സെറ്റിട്ടെടുത്തതാണ്. അത് പലർക്കും അറിയില്ല. അങ്ങനെ സെറ്റിട്ടിട്ടാണ് ഇതിനകത്ത് ഈ സിനിമകൾ ജനിക്കുന്നതൊക്കെ. വളരെ അത് കേരളത്തിൻ്റെ സ്റ്റൈലിലുള്ള വീടുണ്ടാകാം, മറ്റങ്ങനെ പലതരത്തിലുള്ള ഓരോ സ്റ്റേറ്റിൻ്റെയും അനുസരണമായിട്ടുള്ള ധാരാളം സെറ്റുകൾ ഇട്ടിട്ട് അതിനകത്താണ് ഈ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു വളരെ വിചിത്രമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഒരു 60-കൾ 70-കൾ 80-കളുടെ അവസാനമൊക്കെ ആയപ്പോഴാണ് സിനിമ ഏകദേശം ഇങ്ങനെ തെന്നി പോകുന്നത്. ആദ്യം പോകുന്നത് ഹൈദരാബാദിലേക്കാണ് തെലുങ്ക്, രണ്ടാമതും മലയാളം തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കുമൊക്കെ ഇങ്ങനെ പരസ്യം നടുകയാണ് ചെയ്തത്. പിന്നെ ഒരിക്കൽ ഭാഗ്യരാജൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമ കണ്ടിട്ടാണ്, ഭാഗ്യരാജല്ല, ഭാഗ്യരാജൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൂടുതൽ മലയാള സിനിമകളെല്ലാം ഗ്രാമത്തിലേക്ക് പോയ സമയത്ത് എനിക്ക് അങ്ങനെ ആവേശമുണ്ടായത് ഇങ്ങനെയാണ്. ഭാഗ്യരാജല്ല, അത് കട്ട് ചെയ്ത എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യരാജ മലയാളത്തിനോട് ഭയങ്കര ആസക്തിയുള്ള ആളായിരുന്നു. സേതുമാധവൻ്റെ പടമൊക്കെ കണ്ടിട്ട് വലിയതാണ്. അപ്പോൾ ഈ സിനിമകൾ, മലയാള സിനിമകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓളവും തീരമൊക്കെ ഓർമ്മയുണ്ടല്ലോ, വെറുതെ പോയി വെളിയിൽ പോയി ഷൂട്ട് ചെയ്യണം പേന്മേനോൻ മംഗളരമയൊക്കെ വെച്ചിട്ട്. അങ്ങനെ ആ ഒരു ഗ്രാമാന്തരീക്ഷം കണ്ടിട്ടാണ് ഈ തമിഴ് സിനിമ വല്ലതും ഗ്രാമത്തിലേക്ക് പോയത്. അപ്പം അത്തരത്തിൽ മലയാള സിനിമ പലതരത്തിലും പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ളവരെയൊക്കെ ഒരു തരത്തിൽ സഹായിച്ചിട്ടുണ്ട് ഈ വിഷ്വൽ ഇംപ്രഷൻ മാറ്റുന്നതിലേക്ക് വേണ്ടി. അതിനൊക്കെ മംഗളരവിവർമ്മയൊക്കെ നമുക്ക് സമ്മതിച്ചു വിടും. ഷാജിയുണ്ട്, ഷാജിയുടെ കുറേ പടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയൊരു മാറ്റം അവിടെയാണ് സംഭവിക്കുന്നത്. പിന്നെ സിനിമ ഒരു കാര്യമായിട്ട് ഞാൻ ഇടയ്ക്കിടയിൽ കാണും. വിൻസെൻ്റ് മാഷുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. ഏതെങ്കിലും അമേരിക്ക എന്നൊക്കെ ക്യാമറമാൻമാർ വരികയാണെങ്കിൽ പ്രഭാഷണം, അതെ താജ് ഹോട്ടലിൽ നിന്നൊരു ഇത് നടക്കുന്നുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്, ഉടനെ ശ്രീനിവാസൻ അവിടെ പോകണം എന്ന് വിൻസെൻ്റ് മാഷ് വിളിച്ച് പറയും. ആ സമയത്ത് 4-5 പേരൊക്കെ വരും. അത് എഴുതിയിട്ടങ്ങനെ ഈ ഫിലിം മാഗസിനും കലാമതിലൊക്കെ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം അവിടെ ടെക്നിക്കലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു ശരിക്കും. വെറും ഇത് മാത്രമല്ല, എല്ലാ തരത്തിലൊരു മാറ്റം അന്ന് സിനിമയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. നല്ല സിനിമകളൊക്കെ, സേതുമാധവൻ്റെ സിനിമകളൊക്കെ നമുക്ക് ഓർക്കേണ്ട, അദ്ദേഹത്തിൻ്റെ സിനിമകളും മറ്റ് മെൻസൻ്റെ മാഷ് എല്ലാവരുടെയും ആ സിനിമകൾ എപ്പോഴും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാനത്തിലാണ് വന്നിട്ടുള്ളത്. അത് അതിനുശേഷം സിനിമ കേരളത്തിൽ വന്നതിന് ശേഷം അത് ശശി അവിടെ വന്ന് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് സിനിമ പഠിച്ച ആളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ അവിടെ വന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടവർ കുറച്ച് മാത്രമേ ഉണ്ടാവും. ധാരാളം കഷ്ടപ്പാട് അനുഭവിച്ചതിന് ശേഷമായിരിക്കും ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ അവിടെ കറങ്ങി തിരിച്ചിട്ടുണ്ട്. ശശി എന്നോട് പറഞ്ഞിട്ടുണ്ട്, വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന് ഈ സിനിമ പഠിച്ച് കുറേശ്ശെ സാമ്പത്തികമൊക്കെ നേടിയാണ് അവരെല്ലാം ഈ സിനിമ ഫീൽഡിലെത്തി. അവരുടെ വികാരം എന്ന് പറഞ്ഞാൽ സിനിമയായിരുന്നു, അല്ലെ പണം ഉണ്ടാക്കുക എന്നല്ലായിരുന്നല്ലോ. സേതുമാധവൻ ഏതാണെന്ന് വെച്ചാൽ എം എ ജോസഫിൻ്റെ 21 സിനിമയാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വലിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയൊന്നുമല്ല, വളരെ കുറവാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് ചോദിച്ചു, ഇത്രയും 10-21 പടം ഡയറക്റ്റ് ചെയ്തു, അതുകൊണ്ട് നമുക്ക് വലിയ സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടായിട്ടില്ലേ എന്ന് അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ സാമ്പത്തിക നേട്ടമല്ല, ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതാണ് അന്ന് ആ കാലത്ത് സിനിമകളെല്ലാം തെളിയിക്കുന്നതാണ്. അവർ പരിമിതികൾ ധാരാളമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയൊരു സംഘമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സിനിമാ ജേർണലിസം എന്ന് പറയുന്നത്, മദ്രാസ് പ്രത്യേകിച്ച് മലയാളം സിനിമാ ജേർണലിസം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട അന്തരീക്ഷം. അന്ന് PR ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഗുസ്തിയും കഴിഞ്ഞിട്ട് അവിടെ സിനിമ പിടിക്കാൻ വന്ന് നടക്കാതെ, അല്ലെങ്കിൽ അഭിനയിക്കാൻ വന്ന് നടക്കാതെ വന്നിട്ട് അവർ പത്രപ്രവർത്തനത്തിലേക്ക് കടന്ന് ചില ആൾക്കാരുണ്ട്. എനിക്കറിയാൻ കുറേ, ഞാനും പേര് പറയുന്നില്ല. അപ്പോൾ ഇവരെല്ലാം വന്നിട്ട് പിന്നെ ഇതാണ് ന്യൂസ് എഴുതി അയക്കുകയാണ്, ഫോട്ടോഗ്രാഫ് കളക്ട് ചെയ്ത്. അപ്പോൾ അവർക്കൊരു ചെറിയ ഫീസ് ഈ പ്രൊഡ്യൂസേഴ്സ് കൊടുക്കും. അങ്ങനെയുള്ളൊരു പത്രപ്രവർത്തനം നടക്കുന്ന കാലത്താണ് ഞാൻ എത്തുന്നത്. ഞാനും സഹദേവനും മാതൃഭൂമിയുടെ ഞങ്ങളാണ് ശരിക്ക് ആ പത്രപ്രവർത്തകരെയൊക്കെ, അങ്ങനെയുള്ള PRO മുതലേക്ക് അടിച്ച് ഓടിക്കുന്നത് ഞങ്ങളാണ്. എന്നിട്ട് ഞങ്ങൾ നേരിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം 2 പത്രങ്ങളുടെ ആൾക്കാർ മാത്രമേ അവിടെ അപ്പോഴുണ്ടായിരുന്നു. മനോരമയ്ക്ക് ആളില്ലായിരുന്നു, മാതൃഭൂമിക്ക് സഹദേവനായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു പുതിയ രീതിയിലുള്ള ഒരു കൾച്ചറുണ്ടാക്കി. ഇവരുടെ ഔദാര്യങ്ങൾ വാങ്ങാതിരിക്കുക, ചായ പോലും കുടിക്കുക, സെറ്റിൽ പോയാൽ ചായ പോലും കുടിക്കില്ല. അത് വലിയ റൈറ്റേഴ്സൊക്കെ പറയും, എന്താണ് ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണ്ടാന്ന് പറയും. പക്ഷേ നസീർ അങ്ങനെയല്ല. നസീറൊക്കെ വൈകുന്നേരം ചായയും വടയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, അവിടെ സെറ്റുകളിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പിടിച്ചിരുത്തി ഞങ്ങൾക്ക് ചായയൊക്കെ തരും, എനിക്ക് സഹദേവനൊക്കെ. അങ്ങനെ ഒരു ഈ കൈക്കൂലി, അതായത് പൈസ കൊടുത്താലേ, ഞങ്ങളത് മലയാളത്തിൽ അവിടെ കളിയാക്കുന്ന കവറേജ് എന്നാണ് പറയുന്നത്. കവറേജ് ഉണ്ടെങ്കിൽ കവറേജ് കിട്ടൂ എന്ന് അത് കളിയാക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സഹദേവനൊക്കെ ഞങ്ങൾ പർട്ടിക്കുലറായിട്ട് ഞങ്ങൾ മാറി. അന്ന് ഞങ്ങളോട് സഹായിക്കാൻ നിൽക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള അടൂർ ഭാസിലെ ജ്യേഷ്ഠൻ ചന്ദ്രരാജ് എന്ന് പറയുന്ന കക്ഷിയാണ്. ബോംബെയിലൊക്കെ മറ്റേ ബ്രിട്ടീഷ് പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്ന കക്ഷിയാണ്. EV കൃഷ്ണപിള്ളയുടെ മൂത്ത മകൻ. അദ്ദേഹമാണ് ഞങ്ങൾ സഹായിയായിട്ട് ഞങ്ങളെ ഈ കോടമ്പാക്കം പരിചയപ്പെടുത്താൻ കൊണ്ട് വരുന്നതൊക്കെ. അദ്ദേഹം അങ്ങനെ ഇത് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ എഴുതൂ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. മലയാളത്തിൽ അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനും സുന്ദരദാസും സഹദേവനും ഒക്കെയാണ് അന്ന് ഏതൊരു നടിയെ കാണാൻ സെറ്റിലോ മറ്റോ പോകുന്നു, വീട്ടിലോ മറ്റോ. അതെ, അത് കണ്ടിരുന്നു. ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കും. ഏതോ ഒരു പ്രത്യേക സന്ദർഭം വരുമ്പോഴായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഹരിഹരൻ, മോഹൻ, ഭരതൻ അങ്ങനെ തുടങ്ങിയ ആൾക്കാരുമായിട്ടൊക്കെ വളരെ, അവരെല്ലാം എൻ്റെ അയൽവാസികളൊക്കെയാണ്, നല്ല ബന്ധമുള്ള സമയത്താണ്. അപ്പോൾ ഈ ഒരു നടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ സുന്ദരദാസും ജോസഫും കൂടി റിപ്പോർട്ടിങ് ചെയ്യുന്നു, കലാവതിയുടെയും മാതൃഭൂമിയുടെയും. ചെന്നപ്പോൾ ഒരു നടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് ഒരു കവർ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഈ ജോസഫ് അത് തുറന്നു നോക്കിയപ്പോൾ പൈസയാണെന്ന് വിളിച്ച് തിരിച്ചു കൊടുത്തു. സുന്ദരദാസ് അത് വാങ്ങിയില്ല, കാരണം അറിയാം പൈസ ആയിരിക്കും. ഇതുകൊണ്ട് അത് എന്നാൽ എല്ലാ ഈ PROമാർക്കും കൊടുക്കുന്ന പരിപാടിയാണ്. ഒരു വൈകുന്നേരം ആയപ്പോൾ ജോസഫ് വിളിക്കുന്നു, ഇങ്ങനെ ഒരു നടി ഇവിടെ ഒരു പാക്കറ്റ് കൊണ്ടുവച്ചിരിക്കുകയാണ്, കുറച്ച് 100ൻ്റെ നോട്ടാണ് അതിനകത്തുണ്ട്, അത് എങ്ങനെ തിരിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്പർ തരിക എന്ന് പറഞ്ഞു. അങ്ങനെ തന്നു. ഞാൻ അവരുടെ മാനേജറെ വിളിക്കുന്നു. മാനേജറെ വിളിച്ച് ചിലപ്പോൾ പരുഷനായിട്ടുണ്ട്, നീ മാതൃഭൂമി ഓഫീസിൽ പൈസ കൊണ്ട് കൊടുത്തു. സാർ അത് നമ്മുടെ സ്ഥിരമുള്ള പരിപാടിയാണ്, എല്ലായിടത്തും അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഇപ്പം മണി 4:15 4:50 മുമ്പ് ഈ കവർ അവിടെ നിന്ന് പോയില്ലെങ്കിൽ പ്രശ്നമാവും, ഞാൻ പിന്നെ അങ്ങോട്ട് കടന്ന് വരേണ്ടി വരും, പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നീ തീരുമാനിച്ചു എന്നത്.
അതേപോലെ 4:45 കവർ എടുത്തുകൊണ്ട് പോയി. കാരണം അങ്ങനെ ഞങ്ങളൊരു ഒരു സിനിമാക്കാരും ഔദാര്യം വാങ്ങാതെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾ. അപ്പോൾ അത് പിന്നീട് വന്ന പത്രക്കാർക്കൊക്കെ ബലമായി. കാരണം നമ്മൾ അവിടെ പോയി അവരെല്ലാം അവർ പറയുന്നത് എഴുതേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ചായ മാച്ച് പിടിച്ചു, അങ്ങനെ അത്തരത്തിലുള്ളൊരു കൾച്ചർ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതിപ്പോഴും നമുക്ക് കുളംഭാഗത്തുള്ള സിനിമാക്കാരുടെ ഇടയിൽ ഇപ്പോഴും അതിൽ പാടിപ്പതിഞ്ഞ പാട്ടാണ് ശരിക്കും. പിന്നെ ഞാൻ തന്നെ ആദ്യമായിട്ട് അത് കോടമ്പാകത്തിൻ്റെ കണക്ഷൻ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എന്നെ കോടമ്പാകം ആദ്യം കൊണ്ടുപോകുന്നത് ആസാദാണ്. ആസാദിനെ അറിയാമല്ലോ. ആസാദ് ഒരു സിനിമ അത് വിൽക്കാൻ്റെ സ്വപ്നങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പുതിയൊരു സിനിമ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് അദ്ദേഹം എന്നെ കൂടെ ആ സംഘത്തിൽ ചേർത്തു. അന്ന് ഞാൻ മലയാള നാട്ടിൽ വർക്ക് ചെയ്യണം. കൊണ്ടുപോയി അങ്ങനെ എന്നെ പരിചയപ്പെടുത്തുന്നത്, ഇതാണ് ചെന്നൈ. ചെന്നൈയല്ല, അന്ന് മദ്രാസാണ്. ഈ മദ്രാസാണ്, കോടമ്പാക്കം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആസാദിൻ്റെ പുതിയ പടത്തിന് വേണ്ടിയുള്ള റെക്കോർഡിങ്ങിനാണ് പോകുന്നത്. രാഘവൻ മാഷ് ആണ് മ്യൂസിക്, പിന്നെ ജാനകി യേശുദാസാണ് പാടുന്നത്. അതിൽ 2 പാട്ട് ഞാനും എഴുതി കൊടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ലോകം കാണാൻ എനിക്ക് സാധിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ആസാദ് ആത്മഹത്യ ചെയ്തു, പടമൊന്നും ശരിയാകാഞ്ഞിട്ട്. അതിനുശേഷമാണ് ഞാൻ ഈ കേരളത്തിലെ സ്റ്റാഫായിട്ട് ഞാൻ ചെന്നൈയിലെത്തുന്നത്, മദ്രാസിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു തുടക്കം എനിക്ക് കിട്ടുന്നത്, അവിടുത്തെ ഈ ജീവിതങ്ങൾ പഠിക്കാൻ എനിക്ക് വളരെയധികം സഹായിച്ച വ്യക്തികൾ ഒരാളാണ് ആസാദ്, മറ്റൊന്ന് ചന്ദ്രരാജിയൊക്കെ. അങ്ങനെ അവരെയൊക്കെ നമ്മൾ ഒരു ഗുരുക്കന്മാരായിട്ട് തന്നെ ഈ അനുഭവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ബക്കർ തുടങ്ങിയ ആൾക്കാരെ, രാമേന്ദ്ര ബാബു തുടങ്ങിയ ആൾക്കാരെയൊക്കെ എനിക്ക് ബന്ധപ്പെടാനും അവരുമായിട്ട് വളരെയധികം കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സിനിമയുടെ ഒരു പുതിയൊരു മേഖല അങ്ങനെ കണ്ടെത്തുകയാണ്. ഞാനൊരു അഹങ്കാരം പറയല്ല, മലയാള സിനിമയുടെ ഈ മദ്രാസിലെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അത്രത്തോളം അനുഭവമുള്ള ആരും തന്നെ സിനിമയെക്കുറിച്ച് അവിടെ ആരും തന്നെ ഇല്ല, അത് തീർത്ത് പറയാം. സ്വപ്നങ്ങൾ വെക്കാനുണ്ട്, കോടമ്പാക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന 2 പുസ്തകം 2 പബ്ലിഷേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, തൃശ്ശൂർക്കാരുടെ ബുക്സും മറ്റ് ഒരു ക്ലാസിക്. അപ്പോൾ അത് ഈ 2 പുസ്തകങ്ങൾ തെളിയിക്കുന്നതാണ്. അതിനകത്ത് ഒരു 100-120 പരം കാര്യങ്ങൾ ഞാൻ. അപ്പോൾ ഞാൻ ജ്ഞാനമ്മ ഡേവിഡിനെയൊക്കെ പോയി കാണുന്നതൊക്കെ അങ്ങനെ അവിടെ വന്നിട്ടാണ്. ജ്ഞാനമ്മ ഡേവിഡ് എന്തെല്ലാം വിരമിച്ച് ആകാശവാണിയിലായിരുന്നല്ലോ അവരും കാലം നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും ചന്ദ്രരാജനെ പോയിട്ട് മണിക്കൂറുകൾ സംസാരിക്കുക പഴയ കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഈ പഴയ ആൾക്കാർ, മുത്തയ്യയും വളരെ ദയനീയമായിട്ടാണ് മരിച്ചത്, വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നസീറിൻ്റെ ഒരു പെൻഷൻ കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കുറേയധികം ദുരന്ത ജീവിതം, അതായത് രക്ഷപ്പെട്ടു വന്നിട്ട് മുത്തയ്യക്ക് നല്ല കാശൊക്കെ ഉണ്ടായി, വീടൊക്കെ ഉണ്ടായിരുന്നു. എറണാകുളത്തുകാരനാണ് മുത്തയ്യ. അവിടെ വന്നിട്ട് സിനിമ പിടിക്കാനൊരു മോഹം വന്നു. അവിടെ സിനിമ പിടിക്കാൻ ആര് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം പാപ്പരായിട്ടുണ്ട്. ഇത് 3 ചിത്രങ്ങൾ, ചിത്രമേള എന്നൊറ്റ പറഞ്ഞിട്ടൊരു സിനിമ എടുത്തിട്ടുണ്ട് മുത്തയ്യ. ആ സിനിമ എടുത്ത് എല്ലാം പൊളിഞ്ഞ് നാശമായി, വീടൊക്കെ വിറ്റ് അവസാനം വാടക വീട്ടിൽ കിടന്നാണ് നരകിച്ചാണ് ഈ മനുഷ്യൻ മരിച്ചത്. അങ്ങനെ ദുരന്ത ജീവിതങ്ങൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള ഒത്തിരി ഈ മലയാളത്തിലെ ആദ്യത്തെ എഡിറ്റർ, ബാലൻ്റെ ആദ്യത്തെ എഡിറ്റർ വർഗീസിനെയൊക്കെ ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ അവസാന കാലത്തൊക്കെയാണ് ഞാൻ കാണുന്നതൊക്കെ. അങ്ങനെ ധാരാളം. പിന്നെ ബാലനിൽ അഭിനയിച്ച ഒരു നടനുണ്ട്, ബാലനായിട്ട് അഭിനയിച്ച മദനഗോപാൽ എന്നാണ് കൃഷ്ണൻ. ആ മദനഗോപാലും ഇതുപോലെ ആ സിനിമയിൽ അഭിനയിച്ചു. പിന്നെ വേറെ ഏത് സിനിമയിൽ അഭിനയിച്ചെങ്കിൽ വിട്ടു. പിന്നെ അവിടെ ഒരു ആർക്കെ ലാബിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബിലാണ് ഈ മനുഷ്യനെ വർക്ക് ചെയ്യുന്നത്. അപ്പോഴാരോ പറഞ്ഞു, ഇങ്ങനെ അവിടുന്ന് ഗോപി എന്ന് പറഞ്ഞ ഓണർ എന്ന് പറഞ്ഞു, ഇങ്ങനെ ബാലനുണ്ട്, നിങ്ങൾ സർക്കാർ പെൻഷനെ കൊടുക്കുന്നില്ലേ, ഇദ്ദേഹത്തിനൊന്ന് കൊടുത്തൂടെ, പെൻഷൻ അപ്ലൈ ചെയ്തൂടെ, സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഒരു 5-5 അടി പൊക്കമുള്ളൊരു മനുഷ്യൻ, കൊച്ചു മനുഷ്യൻ ബാലൻ. ഞാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പരിഷത്തിൻ്റെ ചലച്ചിത്ര പരിഷത്ത് എന്നുള്ള സംഘടനയുണ്ട്, ഇപ്പോഴും ഉണ്ട്, എന്താ സജീവമൊന്നുമല്ല. അത് പ്രൈം മിനിസ്റ്ററാണ് പ്രസിഡൻറ്റ്, രാമുകാരിയായിട്ടൊക്കെ സ്ഥാപിച്ച ഇതാണ്. ഞാൻ പോയി നസീറിനെ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ലാബിലുണ്ട്, അയാൾ നമുക്ക് ഒരു പെൻഷൻ സംഘടിപ്പിക്കണം. അന്ന് 150-300 രൂപയും കണ്ട അന്ന് പെൻഷനുള്ളത്, ഇവിടെ ഒത്തിരി ആൾക്കാർ കിട്ടുന്നത്. അയ്യോ, അത് കൊടുക്കണമല്ലോ, അയാൾ ജീവിച്ചിട്ടുണ്ടല്ലേ. ഞാൻ ആ പടം കണ്ടിട്ടാണെന്ന് പറഞ്ഞ് നസീർ വലിയ സന്തോഷത്തോടുകൂടി ഉടനെ ഒരു ആപ്ലിക്കേഷൻ വരുത്തുന്നു, എഴുതുന്നു, ഇത് PRDക്ക് അയക്കുന്നു. ഇവിടെ PRDക്ക് അയക്കണം, PRD ആണ് സാങ്ഷൻ ആക്കേണ്ടത്. അടുത്ത മാസം മുതൽ മദനഗോപാലിന് 250-300 രൂപ പെൻഷൻ കിട്ടുന്നു. മൊത്തം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കിട്ടിയ ഇയാൾ ലാബിൽ പോവില്ല,
അപ്പോൾ ലാബിൻ്റെ ഗോപി എന്നെ വിളിച്ച് പറയുന്നു, നല്ലൊരു ടെക്നീഷ്യനായിരുന്നു അയാൾ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 60 mm പ്രിൻ്റ് എടുക്കുന്നതിലും മിടുക്കനായിരുന്നു ഈ ബാലൻ, ഈ മദന ഗോപാൽ. അയാളിപ്പം വരുന്നില്ല, അത് നിങ്ങളാണ് കാരണം, അയാളെ പെൻഷൻ നിങ്ങൾ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തമാശ വിളിച്ച് പറയായിരുന്നു. അപ്പോൾ ഞാൻ പോയി അവസാനം വിളിച്ച് വന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. നിങ്ങൾ പോകണം, പെൻഷൻ കിട്ടിയതുകൊണ്ടൊന്നും കാരണം പ്രശ്നമില്ല, ജോലിക്ക് അതിന് തടസ്സമൊന്നുമില്ല എന്ന് പിന്നെ നിർബന്ധിച്ചാണ് ആ മനുഷ്യനെ ബാലൻ ഇതിലെ നായകനായ ഈ മദനഗോപാലിനെ വിടുന്നത്. അങ്ങനെ കുറേയധികം തീവ്രമായ കുറേ അനുഭവങ്ങളൊക്കെ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ശരിക്ക് എം ഡിയെക്കുറിച്ച് ഞാൻ എൻ്റെ ആറ്റിൽ തന്നെ ഒരു നഗരമേ നന്ദി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അത് ഒരു ദിവസം മുഴുക്കെ എം ഡിയെ കൊണ്ട് സിറ്റി കറങ്ങുകയാണ്. ഞാൻ തലേ ദിവസം പറയാം, നമുക്ക് നാളെ ഒന്ന് കറങ്ങണം, ഞങ്ങളൊരു ഓണം സ്പെഷ്യലിന് വേണ്ടി സ്പെഷ്യൽ ഫീച്ചർ ചെയ്യുന്നത്. അപ്പോൾ റെഡിയാണ് കക്ഷി. ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഞങ്ങൾ വളരെ ഒരു അടുത്ത സൗഹൃദമുള്ള കക്ഷികളായിരുന്നു. ഞാൻ പോയി ടിന്നർ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഒരു കാറിനകത്ത് കെട്ടി നേരെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എവിടെയൊക്കെ കന്നിമേറ ലൈബ്രറി, കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ലൈബ്രറി പുസ്തകങ്ങൾ എടുത്തിട്ടുള്ള കന്നിമേറാണ്. എം ഗോവിന്ദൻ അങ്ങനെയായിരുന്നു. പണ്ട് മകളുടെ രവിവർമ്മ മറ്റോ ഒരു കളിയാക്കിയിട്ടുണ്ടായിരുന്നു, ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ കന്നിമേറ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ ചെതിരെടുത്ത് പോയതിനായിരുന്നു എന്ന് ഗോവിന്ദനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ അദ്ദേഹം അവിടുത്തെ പുസ്തകം എടുക്കാറുണ്ട്. പിന്നെ ട്രിപ്ലിക്കയിലും മൈലാപ്പൂരും ഒക്കെ ഉള്ള പഴയ പുസ്തക കച്ചവടമുണ്ട്. ആ കടകളിലൊക്കെ ചെന്നിട്ട് പഴയ പുസ്തകങ്ങൾ വാങ്ങും. ഞാനും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കുറേ പുസ്തകമൊക്കെ. അതിലെ പടം ഇപ്പോഴും പല നെറ്റിലേക്ക് കിടപ്പുണ്ട് ഇങ്ങനെ. അപ്പോൾ അത്തരത്തിൽ എന്നോടൊപ്പം ഒരു മുഴുക്ക സഹകരിച്ചു. അവസാനം ആശോ ഹോട്ടലിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ വാങ്ങിക്കൊടുത്ത് വീട്ടിൽ കൊണ്ട് ഞങ്ങൾ സംസാരിക്കുകയാണ്. അതാണ് അതിനകത്ത് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, അദ്ദേഹം ആദ്യം വരുന്നത് അവിടെ ഏതോ ഒരു ടെസ്റ്റ് എഴുതാൻ വേണ്ടിയാണ് ആദ്യം എം ഡി വരുന്നത്. അതേതോ ഒരു 4 സ്റ്റേറ്റിൻ്റെ ആൾക്കാർ ചെന്നൈയിൽ വെച്ച് നൊങ്കമ്പാക്കുന്ന സ്ഥലത്ത് വെച്ചൊരു ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റിന് വന്നാണ്, പക്ഷേ ആ ടെസ്റ്റിൽ കിട്ടിയില്ല. പിന്നീട് വരുന്നത് ശോഭന പരമേശ്വരൻ നായരുടെ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതാൻ വേണ്ടിയാണ്. അതാണ് നഗരമേ നന്ദി. അങ്ങനെയാണ് അവിടെ വന്ന് സാമീസ് ലോഡ്ജിൽ താമസിക്കുന്നു. അതിനുശേഷം പിന്നെ അവിടെ ആ ഒരു 10-20 ദിവസം, അന്ന് മാത്രമേ ജോലി ചെയ്യുന്ന സമയമാണ് എം ഡി. അദ്ദേഹത്തിന് കൂടുതലൊന്നും അവിടെ സമയം ചെലവഴിക്കാൻ പറ്റില്ല. അവിടെ ഇരുന്നിട്ട് ഇത് എഴുതി കൊടുത്തിട്ട് പോകും. അങ്ങനെ പിന്നെ പല സിനിമകളും അവിടെ വന്നിരുന്ന് എഴുതിയിട്ടാണ് പോകുന്നത്. അത് പരമേശ്വരൻ നായരുടെ ഈ ഞങ്ങൾ പരമോണ്ണൻ എന്നാണ് അങ്ങനെ വിളിക്കുന്നത്, ചിറങ്കീഴുകാരനാണ്. പരമോണ്ണൻ്റെ നിർബന്ധത്തിന് അനുസരിച്ച് വരുന്നതൊക്കെ. പിന്നെ അത്തരത്തിലുള്ള ഒരു വലിയൊരു സിറ്റിയായിട്ട് അത്രത്തോളം ഒരു മിങ്കിൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു എം ഡി. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്ര സിറ്റിയായിട്ട് അടുപ്പമുണ്ടെങ്കിലും പക്ഷേ എനിക്ക് അങ്ങനെ ഇഴുകിച്ചേരാൻ പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ അവിടെ വന്ന് എഴുതുമെന്നല്ലാതെ ഞാനൊരിക്കലും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാമകൃഷ്ണ ലോഡ്ജിൽ സാമീസ് ലോഡ്ജിൽ താമസിക്കുമ്പോഴാണ് ഞാൻ തിക്കുറിശ്ശിയൊക്കെ ആദ്യം കാണുന്നത് എന്നൊക്കെ പഴയ കഥയൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ആർട്ടിക്കിളായിരുന്നു. അപ്പോൾ എം ഡിക്ക് അങ്ങനെ മദ്രാസ് നഗരമായിട്ടുള്ള ഒരു ബന്ധം അല്ല. നമ്മളെ പല എഴുത്തുകാരിലും അങ്ങനെയാണ്. പിന്നെ അവിടെ സ്ഥിരതാമസമാക്കുന്ന സിനിമാക്കാർ കുറവൊക്കെ ആയിരുന്നു. ഇപ്പോൾ നസീർ അവിടുത്തെ സ്ഥിരതാമസം വീട് വാങ്ങിച്ച് ഒക്കെയാണ്. സത്യൻ അങ്ങനെയല്ല. സത്യം വന്നിട്ട് ഈ സാമീസിലോ രാമകൃഷ്ണനിലോ താമസിച്ചിട്ട് വർക്ക് കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ ഈ പറവകളെ പോലെ ഒന്ന് പറന്നിട്ട് ഈ ദേശാടന കക്ഷികളെ പോലെ വന്നിട്ട് പോകുന്ന ആൾക്കാർ. നമ്മുടെ ഈവൻ ശ്രീനിവാസൻ പോലും അങ്ങനെയായിരുന്നു. അവസാന കുറേ നാൾ വന്ന് താമസിച്ചെങ്കിലും അവിടെ വന്ന് വർക്ക് കഴിഞ്ഞിട്ട് പോകുന്ന കുറേ സിനിമാക്കാരുണ്ടായിരുന്നു. പിന്നെ സ്ഥിരം താമസിച്ച ആൾക്കാർ സേതുമാധവനും ശാരദയും അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഇങ്ങനെ വന്നും തിരിഞ്ഞും ഒക്കെ നിന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അന്നത്തെ ഏറ്റവും കൂടുതൽ ഈ ചിത്രങ്ങൾ എടുത്തിട്ടുള്ള കക്ഷി ഡേവിഡ്. ഇപ്പോൾ അവിടെ ഹരിഹരൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട് തന്നെയാണ് ഡേവിഡിൻ്റെയും. ഹരിഹരൻ ഇപ്പോഴും അവിടുത്തെ സ്ഥിര താമസക്കാരാണ്. കേരളത്തിൽ താമസിക്കുന്നതിനേക്കാൾ ബെറ്റർ തമിഴ്നാട്ടിൽ താമസിക്കുന്നതാണ് ഹരിഹരൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ഞാൻ ഒരു പുസ്തകം കഴിഞ്ഞ് JC ഡാനിയൽ അവാർഡ് സമയത്ത് ഞാനൊരു പുസ്തകം കമ്പയിൽ ചെയ്തു. അപ്പോൾ അതിനകത്ത് സുദീർഘമായ ഇൻ്റർവ്യൂ ഉണ്ട്, ചെന്നൈയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ചെന്നൈയാണ് ഏറ്റവും ബെറ്റർ താമസിക്കാൻ. കോഴിക്കോട് ഞാൻ വലിയൊരു വീട് കെട്ടിയിട്ടിരിക്കുകയാണ്, അവിടെ പോയി താമസിക്കാൻ തോന്നുന്നില്ല, അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ് എന്നൊക്കെ തമാശ പറയാത്. അപ്പം അങ്ങനെ ഇപ്പം ചെന്നൈയിൽ വന്ന് താമസിച്ചപ്പം വളരെ AB രാജനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പഴയ അവരെല്ലാം അവിടെ തന്നെ കെട്ടിറങ്ങി. പിന്നെ അത് നസീർ അവിടെയായി. പിന്നെ അത്തരത്തിലൊരു ദുരന്തം ഏറ്റവും P. ആൻ്റണിയെ പോലെ ആൾക്കാരുടെയൊക്കെ മരണം അവിടെ ഒരു ലോഡ്ജ്, പീപ്പിൾസ് ലോഡ്ജിലാണല്ലോ മരിച്ചത് ദയനീയമായിട്ട്. അപ്പോൾ അത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. തമിഴ് ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ശിവാജി ഗണേശനെ ഞാൻ കണ്ടു. ശിവാജി ഗണേശൻ ഒരു പാർട്ടി രൂപീകരിച്ചു, ഒരു കോൺഗ്രസിൽ നിന്നൊക്കെ മാറിയിട്ട് പാർട്ടി രൂപീകരിച്ചു. അന്ന് ഒരു ടി നഗറിലൊരു വലിയ ഓഫീസൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. ഞാനും
എൻ്റെ ചില പത്രസുഹൃത്തുക്കളായിട്ടൊക്കെ പോകും. അവിടെ രവിശങ്കർ, കാർട്ടൂണിസ്റ്റ് രവിശങ്കറിനെ കാണണമെന്ന് ഞാൻ ആദ്യം കൊണ്ടുപോകുന്നതൊക്കെ. അദ്ദേഹം പറയും, എനിക്ക് മലയാള നടികളുമായിട്ട് പത്മിനി രാഗിണി ഒക്കെ ഉള്ള സമയത്ത് ഞാൻ നന്നായി മലയാളം പറയായിരുന്നു, ഇപ്പം മറന്നുപോയി എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ അറിയാതെ. പക്ഷേ പാർട്ടി പൊളിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. അത് പൊളിറ്റിക്കൽ, അതായത് MGR പൊളിറ്റിക്സിൽ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു, അതുകൊണ്ട് എനിക്കും ആയിക്കൂടെ എന്നൊരു തോന്നലിലാണ് വന്നിറങ്ങിയത്. ഞാനാണ് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ആളായിരുന്നു ശിവാജി ഗണേശൻ. പൈസ ഇറങ്ങുമെന്ന് അറിഞ്ഞപ്പോഴേക്കും മാറ്റി. ഇപ്പം നമുക്കറിയാം രജനീകാന്തിൻ്റെ കേസ്. രജനീകാന്തിന് ഞാനൊരു ചാനലിൽ പറയുകയും ചെയ്തു, രജനീകാന്ത് പാർട്ടിയിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പക്ഷേ അത് നടക്കില്ല, വന്നാൽ തന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഒരു പാർട്ടി എനിക്ക് എതിരെ സംസാരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചു. രജനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ 2 പ്രശ്നങ്ങളുണ്ട്. രജനി തമിഴനല്ല, ആൾ കന്നഡികയാണ്, ബോംബെയിലൊക്കെ വർക്ക് ചെയ്ത് കന്നഡക്കാരനാണ്. അപ്പോൾ അവിടെ ഈ ഒരു ചുവനിസ്റ്റിക് പ്രോബ്ലം ഉണ്ടല്ലോ ഈ തമിഴിൽ. അവരുടേതല്ല ആൾക്കാർ. ഇവർ MGR അതിൽ ഓവർകെയിം ചെയ്യാൻ കാരണം, MGR മലയാളിയാണ്, പാലക്കാടാണ് അയാളുടെ അച്ഛൻ ഗോപാലൻ നായരുടെ സ്ഥലം, ശ്രീലങ്കയിലാണ് ജനിച്ചത്, മധുരയിലാണ് വളർന്നതും മറ്റും. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം DMKയുടെ ട്രഷററായിരുന്നു. അപ്പം ഫുൾ ടൈം ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയ്ക്കാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റി നിർത്താൻ പറ്റില്ല. അദ്ദേഹം ഒരു മലയാളിയാണെന്ന് പറഞ്ഞ് മാറ്റി, അതായത് DMK ഉണ്ടാക്കി വെച്ച ഒരു വലിയ ഇമേജായിരുന്നത്. ബാഡ് ഇമേജാണ്. ഇയാൾ മലയാളിയാണെന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ വെറുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മധുര സമ്മേളനം കഴിഞ്ഞപ്പോഴേക്ക് പുതിയ പാർട്ടിയായി. അത് വലിയൊരു അടിയായി തീർന്നു കരുണാനിധിക്ക്. പിന്നെ മരിക്കുന്നവരെ തൊടാൻ പറ്റാത്ത രീതിയിലാണ് MGR വന്നത്. പാവങ്ങൾക്ക് കുറേ സഹായിച്ചു എന്നൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെ അവിടെ രാഷ്ട്രീയ മോഹം, ഇപ്പോൾ വിജയ് എന്ന നടൻ വരുന്നുണ്ട്, രാഷ്ട്രീയ മോഹമുണ്ട്. അത് അവിടുത്തെ പത്രസുഹൃത്തുക്കൾ തന്നെ പറയുന്നത്, ഈ അടുത്ത വർഷമൊന്നും സ്റ്റാലിനൊക്കെ കീഴടക്കാൻ പറ്റില്ല. കാരണം ഈ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് DMK നേതാവായിരുന്ന കരുണാനിധി. ആ കരുണാനിധിയുടെ തന്ത്രങ്ങൾ പഠിച്ചിട്ടാണ് സ്റ്റാലിൻ നിൽക്കുന്നത്. എല്ലാ പാർട്ടികളും സംഘടിപ്പിച്ച് ജയിക്കുകയാണ്. പക്ഷേ അടുത്ത വരാൻ പോകുന്ന 26 ഇലക്ഷനും സ്റ്റാലിനല്ലാതെ വേറെ ആരും വരില്ല. കാരണം അവിടെ പ്രതിപക്ഷം എന്നുള്ള സാധനം ഇല്ല, അതൊരു പാർട്ടിയില്ല. മാത്രമല്ല കോൺഗ്രസിനെയൊക്കെ അവർ മുസ്ലിം ലീഗിന്, CPI, CPM ഒന്നിച്ച് പിടിച്ചാണ് സ്റ്റാലിൻ മുമ്പോട്ട് നീങ്ങുന്നത്. അങ്ങനെ അത്തരത്തിലൊരു മറ്റൊരു സ്റ്റേറ്റിനും ഇല്ല ശരിക്കും. സ്റ്റാലിൻ അങ്ങനെ തന്ത്രത്തിൽ ഇവരെല്ലാം ഒന്നിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഭരണം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും എന്നുള്ള കേസിലാണ്. അതുകൊണ്ട് 26 ഇലക്ഷനും സ്റ്റാലിനല്ലാതെ ആരും വരില്ല. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ സിനിമാ മോഹമായിട്ട് വന്ന വിജയകാന്തിനെ നമുക്കറിയാം. വിജയകാന്ത് എന്ന് പറയുന്ന വളരെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ജയലളിതയായിട്ട് യോജിച്ച് നിന്നുകൊണ്ടാണ് മത്സരിച്ചിട്ട് ഒരിക്കൽ പ്രതിപക്ഷ നേതാവായി. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടില്ല. പക്ഷേ ജയലളിത കൈ കൊടുത്ത്, പക്ഷേ ജയലളിത ഒരിക്കലും ആ മനുഷ്യനെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, ഒരു വേദിയിൽ കയറ്റിയിട്ടുമില്ല. എന്നിട്ടാണ് ഈ ഇതായിരുന്നത് പാർട്ടിയുടെ ഭാഗമാകുന്നത്. അങ്ങനെയാണ് വിജയകാന്ത് പ്രതിപക്ഷ നേതാവുന്നത്. അപ്പോൾ അയാൾ വിചാരിച്ച് പ്രതിപക്ഷ നേതാവായെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയാകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ തമിഴ് ജനതയുടെ മനഃശാസ്ത്രം വേറെയാണ്, രക്ഷയില്ല. അങ്ങനെ അത് പൊളിഞ്ഞുപോയി. അതിനുശേഷം എത്രയോ പേര് അങ്ങനെ ഈ സിനിമാക്കാർ എത്രയോ പേര് വന്നിട്ടുണ്ട്, പല ആൾക്കാർ. വളരെ വിചിത്രമായൊരു ധർമ്മസങ്കടമാണ്. അത് എനിക്ക് എല്ലാം പിടിച്ചടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു വന്നു. പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു തമിഴ് നടനുണ്ട്, ഒരു അയാൾക്ക് പോലും, അയാളുടെ പാർട്ടിക്ക് പോലും പാർട്ടി അങ്ങനെ ഒരു പാർട്ടിയുണ്ട്, അയാൾക്ക് പോലും 3.5% വോട്ട് കിട്ടി. കമലഹാസന് 3% കിട്ടുള്ളൂ വോട്ട്, ഇത്രയും പോപ്പുലർ നടനായിട്ട് പോലും. അപ്പം അവിടെ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള പൊക്കൽക്കൊടി ബന്ധമെന്ന് പറയുന്നത് ശുഷ്കമാണ് ശരിക്കും. അത് MGRോട് തീർന്നു, MGRും ജയലളിതയോട് തീർന്നു. ഇപ്പോൾ ജയലളിത തന്നെ വന്നത് MGRന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ജയലളിതയ്ക്ക് വരാൻ സാധിച്ചത്. അവരൊറ്റയ്ക്ക് വന്നാൽ അവർ ജയിക്കില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ്, ആ ഒരു കണക്ഷനിലാണ് വന്നത്. അതൊരു സിനിമയ്ക്ക് അത് മറിച്ച് തകർക്കാനൊന്നും ആർക്കും സാധിക്കില്ല. കാരണം അത്രയ്ക്ക് ശക്തമാണ്. അവരെ വേര് കിടക്കുന്നത് മുഴുക്കെ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണക്കാരിലാണ്. അതിന് മറിക്കാൻ പറ്റില്ല. അതാണ് സ്റ്റാലിന് സംഭവിച്ചത്. ഇപ്പം സ്റ്റാലിനിപ്പം മകനെ കൊണ്ടുവന്നു, അതൊരു ഭീതി കൊണ്ടാണ്. ഭീതി എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറയാവുന്ന ഒരു സ്ഥിതിവിശേഷം വരാൻ പാടില്ല എന്നറിഞ്ഞിട്ടാണ് ഈ ഉദയനിധിക്ക് ഉപമുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നതൊക്കെ. അവിടെയൊക്കെ സീനിയർ മോസ്റ്റ് നേതാക്കന്മാരവിടെ ഉണ്ട്, അവരെയൊക്കെ പുറന്തള്ളിയിട്ടാണ് മകനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അത് ഭയം കൊണ്ടാണ്. അത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരിക്കലും സ്റ്റാലിൻ വരെയുള്ള
രാമേന്ദ്ര ഗുഹയൊക്കെ പറയുന്നുണ്ട് 3 തലമുറയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയം നിൽക്കുന്നതാണ്. ഇപ്പോൾ നെഹ്റു, ഗാന്ധി, രാജീവ് ഗാന്ധി തീർന്നു. അതുപോലെ സ്റ്റാലിനെ സംബന്ധിച്ച് കരുണാനിധി, സ്റ്റാലിൻ, ഇത് ഉദയനിധി ബാലൻ, അതോടുകൂടി ആ രാഷ്ട്രീയത്തിൻ്റെ തീർന്നിരിക്കുകയാണ്. ഇപ്പം സ്റ്റാലിനും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സ്ഥിതിയല്ല, വളരെ മോശമാണ്. ഈ അടുത്ത കാലത്ത് നടന്നു പോയപ്പോൾ താഴെ വീണു, 4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നതാണ്. അപ്പോൾ അത് ഇയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉദയനിധിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം അയാൾക്ക് യാതൊരു പെർഫോമൻസ്, ഇപ്പോൾ സിനിമയിൽ പോലും വളരെ പരാജയമായിരുന്നു അയാൾ. വളരെ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഏതോ അടുത്ത കാലത്ത് ഫഹദ് ഫാസിലൊക്കെ അഭിനയിച്ച ഒരു സിനിമ കണ്ടു. ഇയാളുടെ അഭിനയം വളരെ മോശമാണ്, ഏറ്റവും മോശപ്പെട്ട ഒരു കഥാപാത്രം, അതായത് ഒരു എക്സ്പ്രഷനും ഇല്ല, അങ്ങനെ ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ അത്തരം രാഷ്ട്രീയത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ADMK രാഷ്ട്രീയത്തിൻ്റെ ഭാഗം നിലയ്ക്ക് മാത്രം ഈ പളനിസ്വാമിയും ഒക്കെ അവിടെ പിടിച്ചു നിർത്തിയതാണ്. അപ്പോൾ ഇത് EPS OPS എന്നാണല്ലോ പറയുന്നത്. ഇവരൊക്കെ വന്നത് ഈ ജയലളിതയുടെ പ്രഭാവത്തിൽ വന്നതാണ്. അപ്പോൾ ജയലളിതയുടെ പ്രഭാവം നഷ്ടപ്പെട്ടപ്പോൾ ഇവരുടെ പ്രഭാവം പോയി. ഇവരാരും മാസിൻ്റെ ആളല്ല, അവിടുത്തെ സാധാരണക്കാരൻ്റെ ഇതൊന്നും അല്ല. ഇവർക്ക് അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. അവർ ഇങ്ങനെ ഒരു ഇതിൽ കയറി അവിടെ മുഖ്യമന്ത്രി ആയെന്നല്ല, അത് 2 പേർക്കും വേറെ അതിന് അർഹതയൊന്നുമില്ല. അതിനാരും ജനങ്ങളുടെ ആൾക്കാരൊന്നുമല്ല. അവർക്കൊരിക്കലും തലപൊക്കി വരാൻ പറ്റില്ല. അത് ആ രാഷ്ട്രീയം ADMK രാഷ്ട്രീയം തീർന്നു, അത് പറയാൻ പറ്റില്ല, പോയി കഴിഞ്ഞു. DMKക്കാണ് ഇപ്പോഴും അവിടെ ചാൻസ് ഉള്ളത് എന്ന്. കരുണാനിധിയെ പോലും തലപറ്റിച്ചത് ജയലളിതയുടെ മഹത്വം എന്ന് പറയാൻ പറ്റില്ല, ജയലളിതയുടെ ആ മിടുക്കുകൊണ്ടാണ്. അവർ നല്ലൊരു രാഷ്ട്രീയക്കാരിയായിരുന്നു. അത് ചിലപ്പോൾ പിന്നെ MGRൽ നിന്ന് പഠിച്ചതായിരിക്കാം. MGR നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. അതാണ് മധുര സമ്മേളനം കഴിഞ്ഞ ഉടനെ പാർട്ടി രൂപീകരിച്ച്, അതായത് കണക്ക് ചോദിച്ചു, ഇത്രയും രൂപ ഇതിൽ കാണുന്നില്ല, ഖജാൻജി ഉത്തരം പറയണം എന്ന് പൊതുവേദിയിൽ വെച്ച് കരുണാനിധി അടച്ചാക്ഷേപിക്കുകയാണ് MGRനെ. പാർട്ടി പുറത്താക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പിന്നിൽ വേറെ ധാരാളം പുറത്തു പറയാൻ പറ്റാത്ത കഥകൾ ധാരാളമുണ്ട്. അങ്ങനെയാണ് MGRനെ പുറത്താക്കുകയാണ്. അപ്പോഴേക്ക് MGR ജനങ്ങളുടെ ഏറ്റവും സർവശക്തനായ ഒരു നടനായി കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം സിനിമയാണ് തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വളർച്ചയ്ക്ക് സഹായമായത്, സിനിമയും നാടകമായിരുന്നു. കരുണാനിധിയുടെ പരാശക്തി പോലുള്ള ധാരാളം കുറേ 10-30-40 സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതിയ കഥകളാണ്. അതാണ് MGR അഭിനയിച്ചത്. ഇവർ അത്രയും തോളോട് തോൾ ചേർന്ന് നടന്ന 2 പേരായിരുന്നു. രാഷ്ട്രീയം വന്നപ്പോഴേക്ക് അതിൻ്റെ അധികാരം ആണ്, രാഷ്ട്രീയമല്ല അധികാരം വന്നപ്പോഴേക്ക് സംഗതി മാറി. അങ്ങനെയാണ് MGRനെ പുറത്താക്കുന്നതും MGR പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർ 2പേരും പങ്കിട്ടെടുക്കുന്നത് അണ്ണാദുരൈയാണ്. അണ്ണാദുരൈ ആയിരുന്നല്ലോ അവിടുത്തെ ഏറ്റവും വലിയ അപ്പോസ്തലൻ മനുഷ്യൻ. ഈ അണ്ണാദുരൈയുടെ പ്രഭാവത്തിലാണ് ഇപ്പോഴും DMK പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പടം തന്നെയാണ് എല്ലാ പാർട്ടിയും വിഭജിച്ച് പോയ ആൾക്കാരെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നാൾ മാത്രമേ ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നുള്ളൂ, അണ്ണാദുരൈ. പക്ഷേ ആ കാലഘട്ടം, അതായത് തമിഴിൻ്റെ ഈ രക്തം എന്ന് പറയുന്നത് തമിഴിന് വേണ്ടി തിളയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഭാഷ തമിഴ് ഇപ്പോഴും കടകളുടെ മുകളിലൊക്കെ നമുക്കറിയാം എഴുതി തമിഴ് തന്നെ ആദ്യം വരണമെന്ന് പറയും. തമിഴ് ഉരുക്കാകെ എന്നാണ് പറയുന്നത്. അപ്പം ആ തമിഴ് എന്ന് പറയുന്നത് വികാരത്തിനെയാണ് അദ്ദേഹം അണ്ണാദുരൈ മുതലെടുത്തത്. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും വീണ്ടും ഈ തമിഴ് ഹിന്ദിയുടെ അടിച്ചേൽപ്പിക്കൽ വരുന്നപ്പോഴൊക്കെ അതിനെ എതിർക്കാൻ പറ്റില്ല. തമിഴ്നാടിന് ഒരൊറ്റ പുറത്തുനിന്ന് വരുന്ന ഈ മോഡിക്കോ അല്ലെങ്കിൽ മറ്റോ ശക്തികൾക്കോ ഒന്നും തടുക്കാൻ പറ്റാത്ത രീതിയിലൊരു വികാരമായിട്ട് അവിടെ നിൽക്കുകയാണ് ഭാഷ, തമിഴിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അത് മലയാളത്തിന് പോലെയല്ല. മലയാളത്തിന് അങ്ങനെയൊന്നുമില്ല. ഏത് തന്നാലും നമ്മൾ വെച്ചോളാം എന്നുള്ളത് പറയും. ഇതങ്ങനെയല്ല. തമിഴെന്ന് പറഞ്ഞാൽ തമിഴിന് അപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെ തമിഴിലിപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം വെളിയിൽ നിന്ന് സംസ്ഥാനത്ത് ആൾ വന്നാൽ മലയാളം പഠിക്കാതെ അവർക്ക് 10ാം ക്ലാസ് പാസ്സാകും അല്ലേ? അവിടെ അത് പറ്റില്ല. എൻ്റെ ചില മക്കളൊക്കെ എപ്പോഴും അവിടെ തമിഴ് പഠിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം അത്രയ്ക്കുള്ള വളരെ വിചിത്രമായൊരു ഭാഷയോടുള്ളൊരു പ്രേമം അവിടെ നിലനിൽക്കുന്ന കാലം ഒരു വ്യക്തികൾക്കും അവിടെ കയറി വരാൻ പറ്റില്ല. BJPക്ക് കഴിഞ്ഞ ഒരു സീറ്റാ മറ്റാണ് 4 സീറ്റാ മറ്റാണ് ഇതിൽ കിട്ടിയത്. അതൊക്കെ അത് ഒരിക്കലും പ്രവചിക്കാൻ വയ്യാത്ത രീതിയിൽ പോയതാണ്. അല്ലാതെ ഈ സ്റ്റാലിൻ വളർത്തുന്ന കാലം അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ആ പാരമ്പര്യം എന്ന് പറയുന്നത്
ഈ ശരിക്കും അണ്ണാതുരയുടെയും കരുണാതുരയുടെയൊക്കെ അതിൽ നിന്നുള്ളതാണ്. പഠിക്കുന്ന കാലം മുതൽ തന്നെ ഞാൻ MG കോളേജിലാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത്. ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജിൽ എൻ്റെ MA. പഠിക്കുന്ന കാലം മുതൽ ഞാൻ എഴുത്ത് എനിക്ക് വലിയൊരു ഭ്രമമായിരുന്നു. ഞാൻ അതൊക്കെ വരയ്ക്കുകയും ചെയ്യുമായിരുന്നു, ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. പിന്നെ സാഹിത്യം, അങ്ങനെ ധാരാളം കഥകൾ അന്ന് കലാവതിയിലും മാതൃഭൂമിയിലും ഒക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ എഴുതുമായിരുന്നു. കവിതയുടെ കാര്യത്തിൽ എൻ്റെ ഗുരു എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷാണ്. കവിതകൾ അയച്ചു തരുന്ന കുഞ്ഞുണ്ണി മാഷാണ്, എല്ലാം കറക്റ്റ് ചെയ്ത് അയച്ചു തരും. എന്നിട്ട് അത് തിരിച്ചയക്കണം. കുഞ്ഞുണ്ണി മാഷിന് അക്ഷരം പഠിക്കാൻ വലിയ കഷ്ടമാണ്. കുട്ടേട്ടൻ എന്നുള്ള കൂ 3-4 ലൈൻ മാത്രമേ ഉണ്ടാവും. അവൾ അസസ് ചെയ്ത് തുടങ്ങണം. അങ്ങനെ കുഞ്ഞുണ്ണി മാഷാണ് ശരിക്കും ഇതിനെ അത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുപോകുന്നത്. ഞാൻ വീക്കിലുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം തന്നെ ഏതാണ്ട് 10-20ഓളം പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേഷനും. ഇപ്പോൾ കനിവഴിയുടെ കവിതകളൊക്കെ ഞാനാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. DC പബ്ലിഷ് ചെയ്ത്, മാതൃഭൂമി. അതുപോലെ തമിഴിലെ ഏറെ പ്രശസ്തരായ 3-4 എഴുത്തുകാരുണ്ട്. ഒന്ന് അശോകമിത്രൻ, അദ്ദേഹത്തിൻ്റെ തണ്ണീർ എന്ന നോവൽ ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെ ഇന്ദിരാ പാർത്ഥസാരഥി, അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കുതിരപ്പുന്നൽ എന്ന് പറയുന്ന നോവൽ ഉൾപ്പെടെ 3 ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെരുമാൾ മുരുകൻ്റെ ഒരു കഥാസമാഹാരം നമ്മൾ സമത ഉഷാവരി ടീച്ചറിലെ തൃശ്ശൂരിലെ അവർക്ക് വേണ്ടി, സമതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഈ ട്രാൻസ്ലേഷൻ ഞാനിപ്പം ചെയ്യുന്നില്ലെങ്കിലും നേരത്തെ ചെയ്തു. ഇംഗ്ലീഷിൽ നിന്ന് അതുപോലെ കുറേയധികം പുസ്തകങ്ങൾ പല പബ്ലിഷേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ ശരിക്കും എൻ്റെ ആദ്യം ഒരു കഥാസമാഹാരമാണ് DC പബ്ലിഷ് ചെയ്യുന്നത്, അക്ഷരങ്ങളുടെ മരണം. പിന്നെ ഒരു നാടകം, മറവിൽ ക്രിയ എന്നൊരു നാടകം. പിന്നെ അടുത്തിടെ ഈ 2 വർഷത്തിന് മുമ്പ് രാത്രി മുതൽ രാത്രി വരെ എന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ എഴുതി. അതായത് നമ്മുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിനെ കുറിച്ചുള്ള ഒരു വളരെ തീവ്രമായ ഒരു സബ്ജക്റ്റാണ്. അന്ന് കേരളം അനുഭവം. ഞാനിപ്പം എൻ്റെ MA കഴിഞ്ഞിട്ട് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ ട്യൂട്ടോറിയൽ ബിസിനസ് അതുമായിട്ട് കറങ്ങി നടക്കുന്ന കാലത്തുള്ള അനുഭവമുണ്ട്. ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ് ഈ രാത്രി മുതൽ രാത്രി വരെ എന്ന സിനിമയുടെ ഭാഗം. അതിൻ്റെ കഥ എന്ന് പറയുന്നത് 42 ചാപ്റ്റേഴ്സുള്ള ഒരു ഇതാണ്. ഞാൻ എൻ്റെ ഒരു സങ്കല്പത്തിൽ ദളിത് യുവാവ് പറയുന്ന കഥയായിട്ടാണ്. കപിലൻ ദളിത് യുവാവ്. പൊതുജനം എന്ന് പറയുന്ന പഴയൊരു പത്രം ഉണ്ടായിരുന്നുണ്ട്. ആ പൊതുജന പത്രത്തിൻ്റെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രം, ബാലകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, പൊതുജനത്തിൻ്റെ അവസാനത്തെ എഡിറ്ററായിരുന്നു. അപ്പോൾ ആ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം ഒരു ഡോക്കു ഫിക്ഷൻ പോലെയാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. അത് 3 എഡിഷൻ കഴിഞ്ഞു, DC 3 എഡിഷൻ പബ്ലിഷ്. അതിൻ്റെ ഇംഗ്ലീഷ് ഞാനിപ്പോൾ മിഡ് നൈറ്റ് നോക്ക് എന്ന് പറഞ്ഞ് ഒരു പുസ്തകം ഞാൻ ചെന്നൈയിലെ ബ്ലേസ് മീഡിയ പബ്ലിഷ് ചെയ്തു. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത സാധനമാണ്. അതും നല്ല വിൽപ്പനയൊക്കെ നടക്കുന്ന സാധനമാണ്. അത് കാരണം മലയാളത്തിലെ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടം വെളിയിലുള്ളവർക്ക് അറിയണമെങ്കിൽ ഇത് വേണമല്ലോ. പക്ഷെ അത് വെറും ഒരു കേരളം മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ മലയാളത്തിൽ രാത്രി മുതൽ രാത്രി വരെ നേടും. അപ്പം അങ്ങനെ പുസ്തകരചനയിലാണ് ഇപ്പോഴത്തെ പരിപാടി. അതുപോലെ കഥകളൊക്കെ കുറച്ച് എൻ്റെ ജനാലയിലെ കടുവ എന്ന് പറയുന്ന പുസ്തകം, സക്കറിയ ആമുഖം എഴുതിയൊരു പുസ്തകം ഇവിടുത്തെ സയൻസ് ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ഗ്രീൻ ബുക്സ് എൻ്റെ ഒരു ശിഥില സമാധി എന്ന ഒരു നോവൽ 2-3 വർഷത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം പുസ്തകങ്ങൾ, എല്ലാം കൂടി 10-20ഓളം പുസ്തകങ്ങൾ എൻ്റെ രചനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. പ്ലാൻ ചെയ്യുന്നത് എനിക്ക് 2 സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. R. സുഗതനെ കുറിച്ചൊരു ശരിക്കും ഒരു ഫിക്ഷൻ ടൈപ്പ്. R. സുഗതൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ തഴയപ്പെട്ടു ഒരു വ്യക്തിയാണ്. അത് ഞാൻ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് തോന്നുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന അതെല്ലാം വെച്ചിട്ട് സാധനം എഴുതുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ഈ മലയാള നാട് SK നായരുടെ ആ 15 വർഷത്തെ സാഹിത്യ പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകത്തിൻ്റെ പ്ലാനുണ്ട്. അതും കുറേ മെറ്റീരിയൽ ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അവരുടെ ഡിജിറ്റൽ ലൈബ്രറി മുഴുക്കെ പരിധിയെടുത്ത് എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. അത് എഴുതണം. ഇപ്പം ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ തൽക്കാലം ഇട്ടിരിക്കുന്ന വിചാരണ എന്നാണ്. പക്ഷേ ഇന്ത്യൻ പൊളിറ്റിക്സിലെ പ്രശ്നങ്ങളാണ്. അതായത് ഈ അധികാര കേന്ദ്രങ്ങൾ, BJP എന്ന് തന്നെ പറയാം, അവർ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ തകർക്കുന്നത്. അത്തരത്തിലൊരു സബ്ജക്റ്റിൽ ഞാനൊരു നോവൽ എഴുതി കഴിഞ്ഞു. 10-22 ചാപ്റ്ററുള്ളൊരു നോവലാണ്. അത് ഞാൻ DC കൊടുക്കും. ഞാൻ ഇപ്പോൾ വായിക്കാൻ വേണ്ടി എൻ്റെ 1-2 ആൾക്കാരെ സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അത് പേരൊക്കെ മാറ്റും, വിചാരണ ആയിരിക്കില്ല. പക്ഷേ അത് വളരെ പവർഫുള്ളായിട്ടുള്ള സബ്ജക്റ്റാണ്. JNUവിൽ പഠിക്കാൻ പോകുന്ന ഒരു പയ്യൻ അഖിലേഷ്, ഇവനിങ്ങനെ
സബർമതി വഴി ഒരു, അതായത് ഗോത്രവർഗത്തിനെ കുറിച്ചുള്ളൊരു സബ്ജക്റ്റാണ് ഇയാൾ റിസർച്ച് ചെയ്യുന്നത്. അത് പഠിക്കാൻ പോകുന്ന വഴിക്ക് ഇയാൾ സബർമതിക്കടുത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന അനിഹിലേഷൻ ഓഫ് കാസ്റ്റൊക്കെ ആണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന രീതിയിലാണ് പിടിക്കുന്നത്. അപ്പോൾ തന്നെ പിടിച്ചെടുത്ത് ജയിലിലാക്കുന്നു. സബർമതി ജയിലിൽ 5-6 മാസം കിടക്കുന്നു. പിന്നെ നേരെ ഡൽഹിയിൽ കൊണ്ടുവരുന്നു, തീഹാറിൽ കൊണ്ടുവരുന്നു. അയാൾ ഏതാണ്ട് 2 വർഷക്കാലം ജയിലിനകത്ത് അനുഭവിക്കുകയാണ്. കാരണം പരോൾ പോലും കൊടുക്കാതിരിക്കുകയാണ്. കാരണം ഇത് വിചാരണ തടവുകാരാണ് ഇവർ. അപ്പോൾ അതിനകത്ത് കാണുന്ന കുറേ ആൾക്കാർ, പ്രായമുള്ള കുറേ ആൾക്കാരൊക്കെ കാണും. നമ്മുടെ സാൻസാമിയെ പോലുള്ള ആൾക്കാരെയൊക്കെ ധാരാളം അവിടെ കാണുന്നുണ്ട്. അത് എന്തോ കാരണം വെച്ചാൽ അവർക്ക് ഒരു 2 മാസത്തേക്ക് ഇയാൾക്ക് പരോൾ കൊടുക്കുന്നു. അപ്പോൾ ഇയാളുടെ കൂടെ അലിഖാൻ എന്നൊരു കക്ഷി പറയുന്നു, നിൻ്റെ ഇരുന്ന് ഗോത്രവർഗമല്ല, നീ ഇന്ത്യയിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു അതിനെക്കുറിച്ചാണ് നീ അന്വേഷിക്കേണ്ടത്. ഇതാ ഒരു ലിസ്റ്റ് കൊടുത്തു, ഇവരൊക്കെ ഇവൻ്റെ പല സ്ഥലങ്ങളിലുണ്ട്, നീ പോയി കാണുക എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് കൊടുക്കുകയാണ്. ഇവൻ പരോളിൽ ഇറങ്ങിയിട്ട് ഈ അഖിലേഷ് എന്ന കക്ഷി ഇത് അന്വേഷിച്ച് നടക്കുകയാണ് ഈ ആൾക്കാർ. അപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഭീകരത, ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ ഭീകരത എത്രത്തോളം വളർന്ന് പന്തലിച്ചിരിക്കുന്നുവെന്ന് അന്തം വിട്ടു പോവുകയാണ്. അതാണ് എൻ്റെ ഈ പുതിയ നോവലിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കാരണം പലരും ഡൽഹി പോലും താമസിക്കുന്ന, പല ഹിന്ദുക്കളും താമസിക്കുന്ന, മുസ്ലിങ്ങളും താമസിക്കുന്നത്, ഇപ്പം ഗോത്ര എന്നൊക്കെ ഗോത്ര സംഭവമൊക്കെ അവിടെ നിന്നൊക്കെ ഒളിച്ചോടിയ ആൾക്കാർ ഹിന്ദു പൊട്ടടിച്ചിട്ട് ഹിന്ദുക്കളായിട്ടാണ് ഡൽഹി താമസിക്കുന്നത്. അത്രയ്ക്ക് ഭീകരതയാണ് ഇപ്പം നിൽക്കുന്നത്. അത് പിന്നെ വിട്ടുപോയ ആൾക്കാർ. ഒരു ജഡ്ജിയെക്കുറിച്ച് പറയുന്നത്, ഒരു റിട്ടയർഡ് ജഡ്ജി ഇപ്പം പോയിട്ട് ഭാര്യയും മക്കളൊക്കെ മരിച്ചുപോയി. അയാൾ പോയി താമസിക്കുന്ന മറ്റേതോ ഒരു സംസ്ഥാനത്ത് രഹസ്യമായിട്ട് ഒരു ചെറിയ കുടിലെ കെട്ടി താമസിക്കുകയാണ്. പുറത്തു വരാൻ നിർവാഹമില്ല. ജഡ്ജിയാണ്, എന്നിട്ട് പോലും അയാൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. കാരണം മുസ്ലിമായി പോയതുകൊണ്ട്. ഞാൻ കുറേയധികം പുസ്തകങ്ങൾ, ഒരു 30-40 പുസ്തകങ്ങൾ വരച്ച് ഞാൻ എല്ലാം റെഫർ ചെയ്തിട്ടൊക്കെയാണ് ഇത്. പിന്നെ ചാനലുകൾ ധാരാളം, ഈ ന്യൂസ് ക്ലിക്കും മറ്റൊക്കെ ഉണ്ടല്ലോ പെർവീറിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ഇത് റെഫർ ചെയ്തിട്ടാണ് എൻ്റെ ഈ പുതിയ നോവൽ പ്ലാൻ ചെയ്തത്. അതിപ്പോൾ എന്തായാലും ഒരു ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എൻ്റെ സാഹചര്യ ജീവിതം. ശരിക്ക് ഞാൻ ജനിച്ച പാലോടാണ്, വർക്കലയാണ് എൻ്റെ വൈഫിൻ്റെ സ്വദേശം. അച്ഛൻ്റെ സ്ഥലം വർക്കലയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ബന്ധമാണ്. അല്ല ഞങ്ങൾ ഒരു വിവാഹം കഴിച്ച് ഒന്നായതല്ല. എന്നോട് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നു. എനിക്ക് 3 ആൺകുട്ടികളാണ്. അവർ സരസ്വതിയാണ്, കൊല്ലം വർക്കല എസ് എൻ കോളേജിലാണ്. അവളെ കാർത്തികൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. കാർത്തിക വൈഫ് വർക്കലക്കാരിയാണ്, എന്നോടൊപ്പം വന്നു. ഒരു 5-6 വർഷം ഞങ്ങൾ വർക്കലയിൽ ഒന്നിച്ച് താമസിച്ചു. അതിനുശേഷമാണ് കേരളാവധി ഗ്രൂപ്പിന് വേണ്ടി ചെന്നൈക്ക് പോകുന്നത്. വരാൻ തയ്യാറായി വന്നു. അവർ ഇവിടുന്ന് BA എക്കണോമിക്സ് കഴിഞ്ഞാണ് അവിടെ വന്നിട്ട് അവിടെ ഹിസ്റ്ററിയും ഒരു BA എടുത്തു, ഈ കുടുംബ പുലർത്തുന്നതിനെക്കുറിച്ച്. അപ്പം പല ആൾക്കാരും സ്കൂളിലൊക്കെ വിളിച്ചിട്ടുണ്ട് പഠിപ്പിക്കാൻ. പക്ഷേ ഈ 3 മക്കളെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം തൽക്കാലം അങ്ങനെ അത് വേണ്ട, ജോലി വേണ്ട എന്ന് പറഞ്ഞ് നിന്നു. കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പ് ഡയബറ്റിക് അധികമായിട്ട് ഡയാലിസിസായി. അപ്പോൾ ഡയാലിസിസ് ഒരു 3 വർഷം നിരന്തരം ഡയാലിസിസ് ചെയ്തു. അവർ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചുപോയി. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. മക്കൾ അവരുടെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്കും. എൻ്റെ എഴുത്തും എൻ്റെ ഒരു ഗ്രന്ഥശേഖരവും അങ്ങനെയായിട്ട് സ്വസ്ഥം എന്ന് പറയാൻ പറ്റില്ല, അസ്വസ്ഥമായിട്ട് ഞാൻ ചെന്നൈയിൽ ജീവിക്കുന്നു.